എല്ലാവർക്കും വൺസ് അപ്പോൺ എ ടൈം എന്ന ഈ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കിഷ്കിന്ധാപുരി എന്ന തെലുങ്ക് സിനിമയുടെ കഥയാണ്. ഒരു പഴയ റേഡിയോ സ്റ്റേഷനും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന പ്രേത സംഭവങ്ങളുമാണ് സിനിമയുടെ പ്ലോട്ട്. ബെല്ലംകൊണ്ട സായ് ശ്രീനിവാസ്, അനുപമ പരമേശ്വരൻ, സാൻഡി മാസ്റ്റർ എന്നിവരാണ് ചിത്രത്തിലെ ലീഡ് റോൾസ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുന്നത് 1989 സമയത്തെ കിഷ്കിന്ധാപുരി എന്ന സ്ഥലം കാണിച്ചുകൊണ്ടാണ്. അവിടെ വലിയൊരു ബിൽഡിങ്ങിൽ 6 പേർ ചേർന്ന് ഒരു റേഡിയോ സ്റ്റേഷൻ തുടങ്ങാൻ പോവുകയാണ്. സുവർണമായ റേഡിയോ സ്റ്റേഷൻ എന്നാണ് അതിൻ്റെ പേര്. ഈ സമയം നമ്മളെ ആ ബിൽഡിങ്ങിലേക്ക് വലിയ വണ്ട് പോലത്തെ ഒരു ജീവി കയറി പോകുന്നത് കാണിക്കുകയാണ്. അപ്പോഴേക്കും അവിടുത്തെ കറണ്ട് മുഴുവൻ പോകും. വാലി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹമാണ് റേഡിയോ സ്റ്റേഷൻ്റെ മെയിൻ ആള്. അവിടെ ലൈറ്റ് ഇല്ലാതിരുന്നത് കൊണ്ട് ഒരു മെഴുകുതിരിയുടെ വെട്ടത്തിൽ അവർ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു സ്ത്രീ കരയുന്ന ശബ്ദം കേൾക്കുന്നത്. പക്ഷേ അവർ 6 പേരെയും കൂടാതെ ആ ബിൽഡിങ്ങിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. സ്ത്രീ കരയുന്ന ശബ്ദം കേൾക്കാൻ അതിഭയാനകവുമായിരുന്നു. അത് കേട്ട് അവർ പേടിച്ചു പോവുകയാണ്. ബിൽഡിങ്ങിൽ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ ആരാണ് ഈ കരയുന്നത് എന്ന് അവർ വിചാരിക്കും. എന്നിട്ടവർ വേണു എന്നൊരു ഫ്രണ്ട് ഒഴികെ ബാക്കി 5 പേരും കൂടി സൗണ്ട് എന്താണെന്ന് നോക്കാൻ പോവുകയാണ്. ആ കരയുന്ന ശബ്ദം ഒരു റൂമിനകത്തു നിന്നുമായിരുന്നു വരുന്നത്. അവർ റൂമിനകത്തേക്ക് കയറിയതും പെട്ടെന്ന് ആ സൗണ്ട് സ്റ്റോപ്പാകും. അങ്ങനെ അവർ ഭയന്നു നിൽക്കുമ്പോൾ ആരോ പേടിച്ച് നിലവിളിക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. അത് അവർക്കൊപ്പം ഉണ്ടായിരുന്ന ആ 5-മനായിരുന്നു വേണു. വേണുവിനെ എന്തോ ഒന്ന് അറ്റാക്ക് ചെയ്ത് അയാളെ തള്ളി താഴേക്ക് ഇവരുടെ മുന്നിലേക്കിടും. എല്ലാവരും അത് കണ്ടിങ്ങനെ പേടിച്ചു നിൽക്കുകയാണ്. ഉടനെ അവിടെ ഒരു റേഡിയോ ഓണായി അതിൽ ആരുടെ സംസാരിക്കുന്നത് പോലെ ഒരു സ്ത്രീ ശബ്ദം കേൾക്കാൻ തുടങ്ങും. ആ ശബ്ദം പറയും, സുവർണമായിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ ഉറക്കമില്ലാത്ത രാത്രികൾ എന്ന സീരീസ് അവസാനിക്കുകയാണ്. ഈ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് വാലി കുമാർ, രഘുവീർ ദാസ്, സദാശിവ, ശ്രീനിവാസ്, ഈശ്വർ, വേണു എന്നിവരാണ് എന്ന് പറഞ്ഞിട്ട് അവരെയെല്ലാം ആ മുറിയിലിട്ട് എന്തോ ഒരു അദൃശ്യ ശക്തി അതിക്രൂരമായി കൊല്ലുകയാണ്. ആ വലിയ വണ്ടുപോലത്തെ ജീവിയും അവിടെ ഉണ്ടായിരുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നതിന് മുന്നേ അവരെല്ലാം മരിച്ചു വീഴും. അവരുടെ മൃതദേഹങ്ങൾ ഈ ഒരു രീതിയിലായിരുന്നു കിടന്നിരുന്നത്. എന്നിട്ട് ആ ശബ്ദം പറയും, ഇതോടുകൂടി ഈ റേഡിയോ സ്റ്റേഷൻ്റെ കഥ അവസാനിക്കുന്നു എന്ന്. എന്നിട്ട് അവിടെ വെച്ച് ഫിലിമിൻ്റെ ടൈറ്റിൽ കിഷ്കിന്ധാപുരി എന്ന് എഴുതി കാണിക്കുകയാണ്. അത് കഴിഞ്ഞ് കഥ ഷിഫ്റ്റായി പ്രസന്റ് ടൈമിലുള്ള കിഷ്കിന്ധാപുരിയാണ് കാണിക്കുന്നത്. മുരുകേഷ്, ആത്രയ എന്നീ 2 ലോക്കോ പൈലറ്റ്മാരെ കാണിക്കുകയാണ്. അവർ ഒരു ചായക്കടയിൽ ഇരുന്ന് ചായ കുടിക്കുകയായിരുന്നു. അപ്പോൾ അവർ വായിച്ചുകൊണ്ടിരുന്ന പത്രത്തിൽ നിന്നും ഒരു നോട്ടീസ് നിലത്തേക്ക് വീഴും. കിഷ്കിന്ധാപുരി ഗോസ്റ്റ് വാക്കിംഗ് ടൂർ എന്ന് പറഞ്ഞ ഒരു പരസ്യമായിരുന്നു അതിൽ. അതായത് ഗോസ്റ്റ് വാക്കിംഗ് ടൂർ നടത്തുന്ന ഒരു ഏജൻസി ഉണ്ടായിരുന്നു. അവർ ഹോണ്ടഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് ആളുകളുടെ ടൂർ നടത്തുന്നുണ്ട്. ആത്രയും മുരുകേഷും ഹൊറർ ഫാൻസ് ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് ഈ ടൂറിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്. ഏജൻസിയുടെ ഈ ടൂർ 3 പേർ ചേർന്നാണ് നടത്തുന്നത്: രാഘവ്, മൈഥിലി, സുമിത്. അത് കഴിഞ്ഞ് കിഷ്കിന്ധാപുരിയിൽ ഉത്സവം നടക്കുന്നത് കാണിക്കുകയാണ്. ഹോണ്ടഡ് പ്ലേസിലേക്കുള്ള ടൂറിന് പോകാനായി അവിടേക്ക് കുറച്ച് പേർ വന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും അവരുടെ ടൂർ സ്റ്റാർട്ടായിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ മൈഥിലിയും സുമിത്തും ടൂർ കൊണ്ടുപോകുവാൻ അവിടെ റെഡിയായി വന്നു നിൽപ്പുണ്ട്. പക്ഷെ രാഘവ് ഇതുവരെ വന്നിട്ടില്ല. ടൂർ പോകാൻ വന്നവരുടെ കൂട്ടത്തിൽ വിഹാരി എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു. വേഗം തന്നെ ടൂർ തുടങ്ങും എന്ന് പറഞ്ഞ് അയാൾ ഭയങ്കര ബഹളം വെക്കുന്നുണ്ട്. അവരെല്ലാവരും അങ്ങനെ രാഘവ് വരുന്നതും കാത്തിരിക്കുകയാണ്. ഈ സമയം ഉത്സവം നടക്കുന്നിടത്ത് ഒരു കൊച്ചുകുട്ടിയെ കാണിക്കുന്നുണ്ട്. അവൻ തൻ്റെ കയ്യിലെ തെറ്റാലി കൊണ്ട് ബലൂൺ പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതറിയാതെ മരത്തിലിരുന്ന ഒരു അമ്മ കുരങ്ങിൻ്റെയും കുഞ്ഞിൻ്റെയും അടുത്തേക്ക് കൊള്ളും. ദേഷ്യം വന്ന ആ കുരങ്ങ് ആ കുട്ടിയെ ആക്രമിക്കാൻ ഓടിക്കാൻ തുടങ്ങും. ആ കൊച്ചുകുട്ടിയാണെങ്കിൽ പേടിച്ച് ജീവനും കൊണ്ട് ഓടുകയാണ്. അതുകണ്ട ഒരു മുത്തശ്ശി ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ആ കുരങ്ങിൻ്റെ നേരെ ഒരു ചെറിയ പാത്രം എടുത്തെറിയും. പക്ഷേ അതുകണ്ട് മറ്റു ഒരുപാട് കുരങ്ങുകൾ അവിടേക്ക് അക്രമാസക്തരെ വരികയാണ്. കുരങ്ങന്മാരെല്ലാം വന്ന് ആളുകളെ ആക്രമിക്കാനും ഓടിക്കാനും ഒക്കെ തുടങ്ങും. അങ്ങനെ ആ ഉത്സവം മുഴുവൻ അലങ്കോലപ്പെടുകയാണ്. ആളുകളെല്ലാം പലയിടത്തേക്ക് ചിതറിയോടും. ഇതെല്ലാം കണ്ട് അവിടുത്തെ പൂജാരി പരിഭ്രാന്തനാവുകയാണ്. ദൈവമേ, അങ്ങേക്ക് വേണ്ടിയുള്ള ആഘോഷത്തിൽ എന്താണ് ഈ സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം ആകാശത്തേക്ക് നോക്കി ചോദിക്കുകയാണ്. അപ്പോഴാണ് രാഘവ് അവിടേക്ക് വരുന്നത്. അവിടുത്തെ അവസ്ഥ കണ്ടിട്ട് രാഘവിനെ കുരങ്ങന്മാരെ തുരത്താൻ ഒരു ഐഡിയ തോന്നും. അവിടെ ഉത്സവത്തിന് ചടങ്ങുകൾക്കായി എത്തിച്ചിരുന്ന കുറെ കരിമീൻ തണ്ടുകളും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. രാഘവ് അവയെല്ലാം കുരങ്ങന്മാർക്ക് എറിഞ്ഞു കൊടുക്കും. അങ്ങനെ കുരങ്ങന്മാരെല്ലാം ഫ്രൂട്ട്സും എടുത്തുകൊണ്ടുപോയി. പക്ഷേ ആ അമ്മ കുരങ്ങ് മാത്രം കുഞ്ഞിനെയും നെഞ്ചിലിട്ട് അവിടെ തന്നെ ദേഷ്യത്തിൽ ഇരിപ്പുണ്ടായിരുന്നു. അത് എന്നിട്ട് രാഘവിനെ ആക്രമിക്കാൻ നോക്കുകയാണ്. രാഘവാകട്ടെ ആ കുരങ്ങിന് ഒന്നും സംഭവിക്കാതെ അതിൻ്റെ കയ്യിൽ നിന്നും സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഓടുന്നതിനിടയിൽ ആ കുഞ്ഞു കുരങ്ങ് അമ്മയുടെ അടുത്തു നിന്നും വേർപെട്ട് തീക്ക് നടുവിൽ പെട്ടുപോകും. അതിന് പുറത്തു കടക്കാൻ കഴിയുന്നില്ല. അതുകണ്ട് അമ്മ കുരങ്ങ് ആകെ പേടിച്ചു പോകും. അതിനുമകത്ത് കയറി കുഞ്ഞിനെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല. ഈയൊരു കാര്യം കണ്ട ഉടനെ രാഘവ് കുഞ്ഞു കുരങ്ങിനെ രക്ഷിക്കാൻ വേണ്ടി ഒന്നും നോക്കാതെ തീക്കിടയിലേക്ക് പോവുകയാണ്. രാഘവ് കുഞ്ഞിനെ സേഫായി എടുത്തുകൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുക്കും. അമ്മ കുരങ്ങിന് ഒരുപാട് സന്തോഷമാകും. എന്നിട്ടത് കൂടുതൽ ബഹളമൊന്നും വെക്കാതെ
കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പൂജാരി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹം രാഘവിന്റെ പ്രവൃത്തികളിൽ ഒരുപാട് സന്തോഷവാനായി. അവിടെ രാമനുമായി ബന്ധപ്പെട്ട ഉത്സവമായിരുന്നു നടക്കുന്നത്. പൂജാരി അപ്പോൾ രാഘവിനോട് പറയും, നീ രാമന്റെ ഉത്സവവും ഈ ആളുകളെയുമാണ് രക്ഷിച്ചത്, ദൈവം നിന്നെ എപ്പോഴും രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രീരാമന്റെ പേരെഴുതിയ ഒരു ബ്രേസ്ലെറ്റ് പൂജാരി രാഘവിനെ ധരിപ്പിക്കും. അത് കഴിഞ്ഞ് രാഘവ് മൈഥിലിയുടെയും ബാക്കിയുള്ള ആളുകളുടെയും അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ടൂറിന് വന്ന ആളുകളെല്ലാം കൂട്ടി ഒരു ഹോണ്ടഡ് പ്ലേസിലേക്ക് പോവുകയാണ്. യഥാർത്ഥത്തിൽ രാഘവും മൈഥിലിയും സുമിത്തുമൊന്നും ഭൂതപ്രേതങ്ങളിൽ വിശ്വസിക്കുന്നില്ല. ഇതുവരെ പോയ ഹോണ്ടഡ് പ്ലേസസിലൊന്നും അവർ ഒരു പ്രേതത്തെ കാണുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹൊറർ എക്സ്പീരിയൻസ് ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ആളുകൾക്ക് പ്രേതത്തെ കാണണം. അതുകൊണ്ട് അവർ തങ്ങൾ പോകുന്ന പ്ലേസിൽ നേരത്തെ തന്നെ ഫേക്കായിട്ട് പ്രേതമുണ്ടെന്നുള്ള സെറ്റപ്പൊക്കെ ചെയ്തു വെക്കും. അതായത് അവർ നടത്തുന്ന ഗോസ്റ്റ് ഹണ്ടിങ് ഒക്കെ വെറും കള്ളത്തരമാണ്. രാഘവാകട്ടെ സ്പോട്ടിൽ എന്തെങ്കിലും കള്ള പ്രേതകഥ പറയാൻ മിടുക്കനുമാണ്. അവൻ ആളുകളെ പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കെട്ടിടത്തിലേക്ക് കൊണ്ടുചെന്നിട്ട് വെറുതെ ഒരു കള്ളക്കഥ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. ഇവരുടെ കൂടെ ടൂറിന് വന്ന വിഹാരി ഉണ്ടല്ലോ, അയാൾ കുറച്ച് പ്രശ്നക്കാരനാണ്. വിഹാരി ഇവർ നടത്തുന്ന എല്ലാ ടൂറിലും പങ്കെടുത്ത് പ്രേതമില്ല, രാഘവ് പറയുന്നതെല്ലാം നുണയാണ് എന്ന് തെളിയിക്കാൻ നടക്കുകയാണ്. രാഘവ് അവരുള്ള ആ സ്ഥലത്തിനെക്കുറിച്ച് ഒരു പേടിപ്പിക്കുന്ന കഥ പറയുമ്പോൾ ഇത് താൻ കഴിഞ്ഞ ടൂറിൽ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിഹാരി. അപ്പോഴാണ് അവരുണ്ടായിരുന്ന ആ റൂമിന് മുകളിലായി ഒരു പ്രേതം നിൽക്കുന്നത് എല്ലാവരും കാണുന്നത്. രാഘവൊക്കെ പ്ലേസ് ചെയ്ത ഫേക്ക് പ്രേതമാണത്. ആളുകൾ അതിനെ കണ്ട് പേടിച്ചു പോകും. രാഘവ് പെട്ടെന്ന് എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കും. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ ആ പ്രേതം അവിടെ നിന്ന് മാറിപ്പോകും. ആളുകൾ എന്നിട്ട് വീണ്ടും നോക്കുമ്പോൾ അവിടെ ആ പ്രേതത്തിനെ കാണാനില്ല. അപ്പോൾ രാഘവ് എല്ലാവരെയും പേടിപ്പിക്കാൻ ഫേക്ക് പ്രേതകഥ പറയാൻ തുടങ്ങും. അവൻ പറയും, ഇപ്പോൾ കണ്ടതാണ് സുനന്ദ തന്റെ ഫാമിലിക്കൊപ്പം ഇവിടെയാണ് താമസിച്ചിരുന്നത്. പക്ഷേ ഒരു സെമിത്തേരിയുടെ മുകളിലാണ് അവരുടെ വീട് പണിതെന്ന് അവർക്കറിയില്ലായിരുന്നു. എന്നിട്ട് രാഘവ് ഒരു ബെഡ് കാണിച്ചു കൊടുത്തിട്ട് പറയും, ഇവിടെ നിന്നുമാണ് സുനന്ദയെ കാണാതെ പോയത്. സുനന്ദയ്ക്ക് ബെഡിന്റെ അടിയിൽ നിന്നും എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് അവർ അടിയിലേക്ക് നോക്കാൻ പോയപ്പോൾ പ്രേതം അവരെ അവിടെ നിന്നും വലിച്ചെടുത്ത് ഭൂമിക്കടിയിലേക്ക് കൊണ്ടുപോയി എന്ന് ഫേക്ക് കഥ ആ വന്ന ആളുകൾക്ക് രാഘവ് അവരെ പേടിക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കും. ഈ സമയം മൈഥിലി ആണെങ്കിൽ തൻ്റെ കയ്യിലുള്ള റിമോട്ടിലെ ഒരു ബട്ടൺ ആരും കാണാതെ അമർത്തും. അപ്പോൾ ബെഡ് വായുവിൽ ഉയർന്നു പൊങ്ങി നിൽക്കും. എന്നിട്ട് നെക്സ്റ്റ് സെക്കൻഡ് തന്നെ ബട്ടൺ വീണ്ടും അമർത്തി ബെഡ് നിലത്തിറക്കും. ഇത് കണ്ട് വന്ന ആളുകളെല്ലാം ശരിക്കും പേടിച്ചു പോകും. അത് കഴിഞ്ഞ് രാഘവ് ആളുകളെല്ലാം അവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അവരുടെ ടൂർ തീരാറായി. പക്ഷെ അപ്പോൾ വിഹാരി അവരുടെ കള്ളത്തരങ്ങൾ ഓരോന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങും. അയാൾ ചോദിക്കും, കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ താൻ പറഞ്ഞത് ഇവിടെ ഒരു ബ്രിട്ടീഷ് ഓഫീസറിന്റെ പ്രേതമുണ്ടെന്നല്ലേ, അന്ന് അതിനെക്കുറിച്ച് ഒരു കഥയും പറഞ്ഞു തന്നായിരുന്നു, എന്നിട്ടിപ്പോൾ നിങ്ങൾ വേറൊരു കഥയാണല്ലോ പറയുന്നതെന്ന്. അപ്പോൾ രാഘവ് തങ്ങളുടെ കള്ളം പൊളിയാതിരിക്കാൻ വേണ്ടി പറയും, ഞാനൊരു ബ്രിട്ടീഷുകാരൻ്റെയും കഥ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പ്രേതങ്ങൾക്ക് ആളുകളുടെ മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. സുനന്ദ നിങ്ങളുടെ മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇവിടെ അധിക നേരം നിന്നാൽ നിങ്ങൾ വേണമെങ്കിൽ ഒരു ഭ്രാന്തൻ പോലും ആയി പോകുമെന്ന് രാഘവ് പറയും. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് രാഘവ് അവരെയെല്ലാം അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ ആ ടൂർ അവസാനിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുകയാണ്. രാഘവും മൈഥിലിയും ഒന്നിച്ചാണ് താമസിക്കുന്നത്. അവരുടെ തൊട്ടടുത്ത വീട്ടിൽ മോക്ഷ എന്നു പേരുള്ള ഒരു കൊച്ചുകുട്ടിയും താമസിക്കുന്നുണ്ടായിരുന്നു. മോക്ഷ ഇവരുമായിട്ട് നല്ല കമ്പനിയാണ്. അങ്ങനെ അവർക്ക് ഏജൻസിയിൽ നിന്നും അടുത്ത ടൂർ കൊണ്ടുപോകാനുള്ള ടൈമായി. ഇത്തവണ ടൂർ പോകാൻ മുരുകേഷും ആത്രയും എത്തിയിട്ടുണ്ട്. അവർ പത്രത്തിലെ ആ നോട്ടീസ് കണ്ടാണ് എത്തിയത്. കൂടാതെ ഇവരുടെ കഞ്ഞിയിൽ പാറ്റിയിടാൻ എപ്പോഴത്തെയും പോലെ വിഹാരിയും വന്നിട്ടുണ്ടായിരുന്നു. വീരഭദ്രൻ എന്നൊരാളും ടൂർ പോകാൻ വന്നിട്ടുണ്ട്. അദ്ദേഹം മരിച്ചുപോയ തൻ്റെ വൈഫിൻ്റെ ആത്മാവിനെ കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇത്തവണത്തെ ടൂറിന് മോക്ഷയും പോകാൻ റെഡിയായി വന്നിട്ടുണ്ട്. ആ കുട്ടിയെ കണ്ടിട്ട് ബോസ് ചോദിക്കും, ഈ കുഞ്ഞിനെ കൊണ്ടുപോകുന്നുണ്ടോ എന്ന്. അപ്പോൾ രാഘവ് പറയും, ഞാനും മോക്ഷയും തമ്മിൽ ഒരു ബെറ്റ് വെച്ചിരുന്നു. കുഞ്ഞ് റോക്ക് പേപ്പർ സിസേഴ്സിൽ ജയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊപ്പം ടൂർ വരുമെന്നും ഞാനാണ് ജയിക്കുന്നത് എങ്കിൽ മോക്ഷ ഡെയിലി സ്കൂളിൽ പോകുമെന്നും. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ തോറ്റുപോയി, അതുകൊണ്ട് കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകേണ്ടി വരുമെന്ന് രാഘവ് പറയുകയാണ്. അത് കേട്ട് ബോസ് ചോദിക്കും, മോക്ഷയുടെ അച്ഛനും അമ്മയും പോകാൻ സമ്മതിച്ചോ എന്ന്. അപ്പോൾ മോക്ഷ പറയും, അവർ രണ്ടുപേരും US-ലാണ്. ഞാൻ എൻ്റെ മുത്തശ്ശനൊപ്പമാണ് താമസിക്കുന്നത്. അദ്ദേഹം ഈ ടൈമിൽ ഉറങ്ങിക്കാണുമെന്ന്. സാർ ഒന്നും ഓർത്ത് പേടിക്കേണ്ട, മോക്ഷ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നൊക്കെ പറഞ്ഞ് രാഘവ് ബോസിനെ കൺവീൻസ് ചെയ്തെടുക്കും. ബോസ് അങ്ങനെ കുട്ടിയെ ഒപ്പം കൂട്ടാൻ സമ്മതിക്കുകയാണ്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ നടക്കാൻ പോകുന്ന ടൂറിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കും. വിഹാരിയാണ് അതിന് കാരണക്കാരൻ. വിഹാരി കഴിഞ്ഞ തവണത്തെ ടൂറിന് 1 സ്റ്റാറാണ് റേറ്റിംഗ് നൽകിയത്. കൂടാതെ മോശം റിവ്യൂവും കൊടുത്തു. പോരാത്തതിന് അവിടെ വന്ന ബാക്കിയുള്ളവരെ കൊണ്ടും വിഹാരി നെഗറ്റീവ് റിവ്യൂസ് ഇടിപ്പിച്ചു. അതുകൊണ്ട് ഇപ്പോൾ കമ്പനിയുടെ ഇമേജ് കുറച്ച് പ്രശ്നത്തിലാണ്. ഈയൊരു കാരണം കൊണ്ട് ബോസിന് ഒരു ബോർഡ് ഡിസിഷൻ എടുക്കേണ്ടി വന്നു.
അദ്ദേഹം പറയും, നിങ്ങളെല്ലാവരുടെയും ത്രില്ലും എക്സൈറ്റ്മെൻറ്റും ഇരട്ടിയാക്കാൻ വേണ്ടി എല്ലാ തവണത്തെയും പോലെ ഞങ്ങൾ സെലക്ട് ചെയ്യുന്ന ഒരു പ്ലേസിലേക്കല്ല നിങ്ങളെ ടൂറിന് കൊണ്ടുപോകുന്നത്, പകരം ടൂറ് പോകാൻ വന്നിരിക്കുന്ന ആളുകൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്കായിരിക്കും ഗോസ്റ്റ് ഹണ്ടിന് പോകുന്നതെന്ന്. അത് കേട്ട് രാഘവും മൈഥിലും ടെൻഷനാകും. ബോസ് തങ്ങളെ ചതിച്ചല്ലോ എന്നവർ വിചാരിക്കും. അവിടെയായി കുറച്ച് ഹോണ്ടഡ് പ്ലേസിൻ്റെ നെയിം എഴുതിയിട്ടിരിക്കുന്ന ഒരു ബൗൾ വെച്ചിട്ടുണ്ടായിരുന്നു. ബോസ് വിഹാരിയോട് തന്നെ അതിൽ നിന്നും ഒരു ചിട്ടെടുക്കാൻ വേണ്ടി പറയും. ഏത് പ്ലേസിൻ്റെ പേരാണോ കിട്ടുന്നത് അവിടേക്ക് ടൂറ് പോകും. അങ്ങനെ വിഹാരി ഒരു ചിട്ടെടുക്കുകയാണ്. സുവർണമായ റേഡിയോ സ്റ്റേഷൻ, അതാണ് തിരഞ്ഞെടുത്ത പ്ലേസ്. ഫിലിമിൻ്റെ തുടക്കത്തിൽ 6 പേരെ ഏതോ ഒരു ശക്തി കൊന്നുകളഞ്ഞ അതേ സ്ഥലം. അങ്ങനെ അവർ ആ റേഡിയോ സ്റ്റേഷനിലേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. രാഘവും മൈഥിലിയും സുമിത്തും ഉൾപ്പെടെ അവർ 11 പേരാണുള്ളത്. തങ്ങൾക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്കാണല്ലോ അവർ ആളുകളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. പോരാത്തതിന് അവർ ഇത്രയും നാൾ തങ്ങൾ സെറ്റ് ചെയ്ത ഫേക്ക് കഥകൾ വെച്ചുമാണല്ലോ പിടിച്ചു നിന്നതും. പെട്ടെന്ന് തീരുമാനിച്ചു പോകേണ്ടി വന്നതുകൊണ്ട് ആ റേഡിയോ സ്റ്റേഷനിൽ അവർക്ക് എന്നത്തെയും പോലെ സെറ്റപ്പ് ഒന്നും ചെയ്തു വെക്കാൻ ടൈം കിട്ടിയില്ല. അതുകൊണ്ട് മൈഥിലി ഭയങ്കര ടെൻഷനിലാണ്. അപ്പോൾ രാഘവ് ഇത് കണ്ടിട്ട് പറയും, ടെൻഷൻ അടിക്കേണ്ട, എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാമെന്ന്. അങ്ങനെ അവർ സുവർണമായ റേഡിയോ സ്റ്റേഷനിലെത്തി. അവിടുത്തെ വാതിൽ വലിയൊരു ലോക്ക് കൊണ്ട് അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. കൂടാതെ അതിനു ചുറ്റും എന്തൊക്കെയോ ചരട് പോലത്തെ വസ്തുക്കളും ഒക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ എന്തൊക്കെയോ പൂജകൾ നടത്തി ഇതിങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്ന് മനസ്സിലാകും. പക്ഷേ രാഘവ് അതെല്ലാം ഇഗ്നോർ ചെയ്ത് വാതിലിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ത്രിശൂലം ഉപയോഗിച്ച് ആ വാതിൽ തുറക്കും. എന്നിട്ട് ടൂറിസ്റ്റിനെ ഓരോരുത്തരെയായി അകത്തേക്ക് കയറ്റും. അവരുടെ പിന്നാലെ ഇവരും ഉള്ളിലേക്ക് കടക്കുകയാണ്. എന്നിട്ട് രാഘവ് ആ സ്ഥലത്തെക്കുറിച്ച് അവൻ സ്പോട്ടിൽ ഉണ്ടാക്കിയ പ്രേതകഥ എല്ലാവരോടും പറയാൻ തുടങ്ങും. ആ റേഡിയോ സ്റ്റേഷൻ്റെ പേര് സുവർണമായ എന്നായിരുന്നതുകൊണ്ട് രാഘവ് പറയും, സുവർണ എന്നും മായ എന്നും പേരുള്ള ട്വിൻസ് ഉണ്ടായിരുന്നു. എന്നിട്ട് എന്ന് പറഞ്ഞ് കഥ കണ്ടിന്യൂ ചെയ്യാൻ നോക്കുമ്പോൾ വിഹാരി ഇടയ്ക്ക് കയറി, ഞങ്ങൾക്ക് കഥയൊന്നും കേൾക്കേണ്ട, പ്രേതത്തെ കാണിച്ചതായെന്നും പറഞ്ഞ് ബഹളം വയ്ക്കാൻ തുടങ്ങും. പക്ഷേ അവർ പ്രേതത്തെ എങ്ങനെ കാണിക്കാനാണ്? അപ്പോൾ മൈഥിലി പെട്ടെന്നൊരു ഐഡിയ തോന്നിയിട്ട് പറയും, ഈ റേഡിയോ സ്റ്റേഷനിൽ പ്രേതം പുറത്തല്ല ഉള്ളത്, ഒരു റേഡിയോയ്ക്ക് അകത്താണ് ഉള്ളത് എന്ന്. അത് കേട്ട് വിഹാരി പറയും, എങ്കിൽ റേഡിയോ ഓണാക്കി പ്രേതത്തെ കാണിച്ചതായെന്ന്. ബാക്കിയുള്ളവരും അയാളെ സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് പറയും, അതെ, ഞങ്ങളെ വേഗം പ്രേതത്തെ കാട്ടിത്തായെന്ന്. എന്തിനേറെ മോക്ഷ വരെ അവരോട് പ്രേതത്തെ കാണിച്ചു തരാൻ പറയും. അങ്ങനെ മറ്റു വഴികളൊന്നുമില്ലാതെ രാഘവ് അവിടുത്തെ റേഡിയോ ഓൺ ആക്കുകയാണ്. പക്ഷെ അത് വർക്കിംഗ് കണ്ടീഷനിലല്ലാത്തത് കൊണ്ട് ഓൺ ആകുന്നില്ലായിരുന്നു. രാഘവ് പറയും, കണ്ടില്ലേ, റേഡിയോ കേടാണെന്ന് തോന്നുന്നു, ഓൺ ആകുന്നില്ല എന്ന്. അതുകണ്ട് വിഹാരി പറയും, എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ഇവർ ഫ്രോഡാണെന്ന്. ഇവിടെ പ്രേതവും ഭൂതവും ഒന്നുമില്ല, വാ നമുക്കെല്ലാവർക്കും തിരികെ പോകാമെന്ന്. പക്ഷെ അപ്പോൾ പെട്ടെന്ന് അവിടുത്തെ ലൈറ്റ്സ് എല്ലാം ഫ്ലിക്കർ ചെയ്യാനായിട്ട് തുടങ്ങും. റേഡിയോയും തനിയെ ഓണാകും. ആ റേഡിയോ പ്രവർത്തിക്കാൻ തുടങ്ങും. അവിടേക്ക് റിയലായിട്ട് എന്തോ ഒരു ശക്തി വന്നു. എന്നിട്ട് അത് റേഡിയോയിലൂടെ ഒരു ഫീമെയിൽ ആർജയെ പോലെ സംസാരിക്കാൻ തുടങ്ങും. ആ ശക്തി പറയും, നമസ്കാരം, ഇന്ന് ഓഗസ്റ്റ് 9, 1989 ബുധനാഴ്ച റേഡിയോ സ്റ്റേഷൻ്റെ വാതിലുകൾ വീണ്ടും തുറക്കപ്പെട്ടു. ഇന്ന് സംപ്രേക്ഷണം വീണ്ടും തുടങ്ങുകയാണ്. എന്നിട്ട് നിങ്ങൾ ഇവിടേക്ക് വന്ന് സ്വന്തം മരണത്തെയാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ സംസാരിച്ചിട്ട് അത് വല്ലാത്ത രീതിയിൽ റേഡിയോയിൽ ചിരിക്കാൻ തുടങ്ങും. അത് അവിടെയുള്ള ഓരോ വസ്തുക്കളും താഴെ വീഴ്ത്തുകയും പൊട്ടിക്കുകയും ഒക്കെ ചെയ്യും. അന്ന് 6 പേർ ഇവിടെ വെച്ച് കൊല്ലപ്പെട്ടപ്പോൾ റേഡിയോയിലൂടെ കേട്ടതും ഇതേ ശബ്ദം തന്നെയായിരുന്നു. അങ്ങനെ ഈ സൗണ്ട് കേട്ടപ്പോൾ വീരഭദ്രൻ വിചാരിക്കും അത് തൻ്റെ മരിച്ചുപോയ ഭാര്യയുടെ ആത്മാവായിരിക്കുമെന്ന്. എന്നിട്ട് ഇതെൻ്റെ ഭാര്യയാണെന്ന് ചോദിക്കുകയാണ്. അത് കേട്ടിട്ട് വിഹാരി പറയും, നിങ്ങൾ നിങ്ങളുടെ മരിച്ചുപോയ ഭാര്യയുടെ കാര്യം വിട്ടിട്ട് സ്വന്തം കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക. അത് പറയുന്നത് എന്താണെന്ന് കേൾക്കുന്നില്ലേ? എല്ലാവരെയും കൊല്ലുമെന്നാണ് പറയുന്നതെന്ന്. പ്രേതം അപ്പോൾ അവിടെയുള്ള ഓരോ വസ്തുവും നശിപ്പിക്കാൻ തുടങ്ങും. ഈ ഒരു കാഴ്ച കാണുമ്പോൾ രാഘവും മൈഥിലിയും സുമിത്തും ഷോക്കായി പോകും. ഇവിടെ ശരിക്കും എന്തോ പ്രശ്നമുണ്ടെന്ന് അവർക്ക് മനസ്സിലാകും. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട എന്നവർ തീരുമാനിക്കുകയാണ്. എല്ലാവരെയും കൂട്ടി അവിടെ നിന്ന് പോകാനായി അവർ ബിൽഡിങ്ങിന് വെളിയിൽ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് കത്തിയെരിയുന്ന അവരുടെ വാനാണ്. ഈ സമയം ബിൽഡിങ്ങിന്റെ വാതിൽ തന്നെ ശക്തിയായിട്ടടയും. എന്നിട്ട് പ്രേതം നിങ്ങൾ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് അവരെ ഭീഷണിപ്പെടുത്തും. അത് കഴിഞ്ഞ് അവർ എങ്ങനെയൊക്കെയോ തിരികെ എത്തി. രാത്രിയിൽ നടന്ന കാര്യങ്ങൾ കാരണം മൈഥിലി ഒട്ടും ഓക്കെയല്ല. അവൾ പറയും, കഴിഞ്ഞ രാത്രിയിൽ നടന്നതൊന്നും എന്തായാലും നോർമലല്ല, സുവർണമായയിൽ സത്യമായിട്ടും പ്രേതമുണ്ടെന്ന്. മൈഥിലി പറഞ്ഞ ഈ കാര്യം അവിടെ ചായ കൊടുക്കുന്ന ഒരു പയ്യൻ കേൾക്കും. അവനത് കേട്ടിട്ട് പേടിച്ചു വിറയ്ക്കും. ആ പയ്യൻ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ശരിക്കും സുവർണമായയിൽ പോയിരുന്നോ? എങ്കിൽ വേഗം തന്നെ പോയി മഞ്ഞൾ വെള്ളത്തിൽ കുളിക്കൂ, എന്നിട്ട് നിങ്ങളിട്ട് ഡ്രസ്സ് തീയിൽ കത്തിച്ചു കളയണമെന്ന്. ഇത് കേട്ട് സുമിത് ചോദിക്കും, എന്തിനാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നതെന്ന്. അപ്പോൾ ആ പയ്യൻ പറയും, ദുരാത്മാവിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. നിങ്ങൾ സുവർണമായയിലേക്ക് പോയില്ലായിരുന്നോ? എൻ്റെ അമ്മ പറയാറുണ്ടായിരുന്നു അവിടേക്ക് പോയവരാരും ജീവനോടെ വന്നിട്ടില്ല എന്ന്. ഇത് കേട്ട് മൈഥിലും സുമിത്തും പേടിച്ചു പോകും. പക്ഷെ രാഘവ് ഇതത്ര സീരിയസ് ആയിട്ട് എടുക്കില്ല. അവൻ പറയും, ഇതെല്ലാം വെറുതെ ഓരോ കെട്ടുകഥകളല്ലേ, ഞാൻ നിങ്ങളോട് കഥ പറയുന്നത് പോലെ ആ പയ്യൻ്റെ അമ്മ അവനോടും പറഞ്ഞു കൊടുത്തതായിരിക്കുമെന്ന്. അത് കഴിഞ്ഞ് നമ്മൾ മുരുകേഷിനെയും ആത്രയുമാണ് കാണുന്നത്. ലോക്കോ പൈലറ്റ്സ് ആയിരുന്ന അവർ ട്രെയിൻ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ മുന്നിൽ ഒരു റെഡ് സിഗ്നൽ കണ്ട് ട്രെയിൻ അവിടെ നിർത്തിയിടും. എന്നിട്ട് അത് മാറിയിട്ട് ട്രെയിൻ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് അവർ അവിടെ വിശ്രമിക്കുകയാണ്.
അപ്പോൾ വിൻഡോയുടെ അവിടേക്ക് പ്രായമായ ഒരു മുത്തശ്ശി വന്നിട്ട് ആത്രയോട് ചോദിക്കും, മോനെ, ഞാൻ 7 ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല, പട്ടിണിയിലാണ്, എന്തെങ്കിലും കഴിക്കാൻ തരുമോ എന്ന്. ആത്ര അത് കേട്ട് സ്വന്തം ടിഫിൻ എടുത്ത് ആ മുത്തശ്ശിക്ക് കൊടുക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് മുരുകേഷ് ഉറക്കത്തിൽ നിന്നും എണീറ്റ് ഇത് കാണുന്നത്. അയാൾ ആത്രയെ തടഞ്ഞിട്ട് ആ വിൻഡോ അടച്ചു കളയും. എന്നിട്ട് ചോദിക്കും, നീ എന്താണ് ഈ ചെയ്യുന്നത് എന്ന്. ആത്രയെ പറയും, ഞാനൊരു പാവം മുത്തശ്ശിക്ക് ഭക്ഷണം കൊടുക്കുകയായിരുന്നു എന്ന്. അത് കേട്ട് മുരുകേഷ് അയാളോട് ചോദിക്കുകയാണ്, എടാ മണ്ട, നമ്മുടെ ഈ ക്യാബിൻ എത്ര ഉയരത്തിലാണുള്ളത് എന്ന് നിനക്കറിയില്ലേ? ഒരു മനുഷ്യന് ഈ വിൻഡോയുടെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് നിൽക്കാൻ കഴിയുമോ എന്ന്. അപ്പോഴാണ് ആത്രയും ആ കാര്യം ആലോചിക്കുന്നത്. ഒരു മനുഷ്യന് അത്രയും ഉയരത്തിൽ ഒരിക്കലും വന്ന് നിൽക്കാൻ പറ്റില്ല. അതായത് ആ അമ്മൂമ്മ പ്രേതമായിരുന്നു. പ്രേതം വായുവിൽ നിന്നുകൊണ്ടാണ് ആത്രയോട് സംസാരിക്കുന്നത്. എന്നിട്ട് അവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ ട്രെയിൻ സ്റ്റാർട്ടാക്കി അവിടെ നിന്ന് പോകാൻ നോക്കുന്നുണ്ടെങ്കിലും എഞ്ചിൻ സ്റ്റാർട്ടാകുന്നില്ല. പകരം അവിടെയുള്ള റേഡിയോ തന്നെ സ്റ്റാർട്ടാവുകയാണ്. എന്നിട്ട് അതിൽ നിന്നും ഒരു സ്ത്രീയുടെ സൗണ്ട് കേൾക്കാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതമാകുന്ന ട്രെയിൻ അതിൻ്റെ ഫൈനൽ സ്റ്റേഷനിലെത്തി. അടുത്ത സോങ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് മുരുകേഷ്, ആത്രയ എന്നിവരാണ് എന്നത് പറയും. എന്നിട്ട് അട്ടഹസിക്കാൻ തുടങ്ങും. ഇത് റേഡിയോ സ്റ്റേഷനിൽ കേട്ട സെയിം സൗണ്ട് തന്നെയാണല്ലോ എന്ന് മുരുകേഷ് പേടിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും ആ പ്രേതം ആ വിൻഡോയുടെ അടുത്തായി വന്ന് നിൽക്കുകയാണ്. അവിടെ വെച്ച് ആ സീൻ കട്ടാകും. അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. മോക്ഷ സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപ് രാഘവിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ രാഘവ് മോക്ഷയ്ക്ക് ഒരു ചോക്ലേറ്റ് നൽകും. അത് മോക്ഷ തന്റെ കയ്യിലുള്ള ഒരു പേഴ്സിലേക്ക് വെക്കുകയാണ്. അത് കണ്ടിട്ട് രാഘവ് ചോദിക്കും, ഈ പേഴ്സ് മോൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന്. കുട്ടി അപ്പോൾ പറയും, നമ്മളിന്ന് റേഡിയോ സ്റ്റേഷനിൽ പോയില്ലായിരുന്നു, അവിടെ നിന്നും എടുത്തതാണ് എന്ന്. അത് കേട്ടിട്ട് രാഘവ് ഒട്ടും തന്നെ സീരിയസ് ആയി എടുക്കാതെ കുഞ്ഞിനെ വെറുതെ തമാശയ്ക്ക് എടി കള്ളി എന്ന് വിളിക്കത്തേയുള്ളൂ. അപ്പോൾ വിഹാരിയുടെ കോൾ വരികയാണ്. അയാൾ ഒരുപാട് പേടിച്ചാണ് ഫോൺ ചെയ്യുന്നത്. വിഹാരി രാഘവനോട് പറയും, നമുക്കൊപ്പം അന്ന് ടൂറിന് വന്ന മുരുകേഷ് മാത്രമേ ഇല്ലേ, അവർ രണ്ടുപേരും മരിച്ചുപോയെന്ന്. അത് കേട്ട് രാഘവ് ആകെ ഷോക്കായി പോകും. അവന് എന്തൊക്കെയോ പന്തികേടുണ്ടെന്ന് മനസ്സിലാകും. രാഘവ് എന്നിട്ട് നേരെ ക്രൈം സീനിലേക്ക് ചെല്ലുകയാണ്. റെയിൽവേ സ്റ്റേഷനടുത്താണ് രണ്ടുപേരുടെയും ബോഡി കിടക്കുന്നത്. അതും ആ 6 പേരെ കൊന്നതുപോലെ തന്നെ കൊന്ന് ഒരു പ്രത്യേക രീതിയിലാണ് മൃതദേഹങ്ങൾ വെച്ചിരിക്കുന്നത്. സ്വാസ്തിക് പോലത്തെ ഒരു സിംബലിന്റെ രൂപത്തിലായിരുന്നു മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നത്. ഇത് കണ്ടു കഴിയുമ്പോൾ കാര്യങ്ങൾ സീരിയസ് ആണെന്ന് രാഘവന് മനസ്സിലാകും. ഇതിന്റെ പിന്നിൽ എന്താണ് നടക്കുന്നത് എന്ന് കണ്ടെത്തണമെന്നവൻ തീരുമാനിക്കും. രാഘവ് എന്നിട്ട് വീണ്ടും ആ റേഡിയോ സ്റ്റേഷനിലേക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അവിടുത്തെ മുറികളൊക്കെ നോക്കുമ്പോൾ ഒരിടത്ത് ഒരു പ്രത്യേകതരം ഗ്യാസ് സിലിണ്ടറും ഒരു ലൈറ്റും ഒക്കെ കിടക്കുന്നത് കാണും. കൂടാതെ അവിടെ ഭിത്തിയിൽ മുന്നേ കണ്ട അതേ സ്വാസ്തിക് ചിഹ്നവും വരച്ചിട്ടിരിക്കുന്നത് കാണും. അതിൻ്റെ അടുത്തായി ഇതാണ് എൻ്റെ കയ്യൊപ്പ് എന്നും എഴുതി വെച്ചിട്ടുണ്ട്. കൂടാതെ ലൈബ്രറിയിൽ പോയി പഴയ കുറേ പത്രവാർത്തകളും രാഘവ് നോക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് രാഘവ് നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോൾ രാവിലെ മുതൽ നീ ഇതെവിടെ പോയതായിരുന്നു എന്ന് ചോദിച്ച് മൈഥിലിയും സുമിത്തും കൂടി രാഘവിന് വഴക്ക് പറയാൻ തുടങ്ങും. അവരെന്നിട്ട് നമുക്കൊപ്പം ടൂറിന് വന്ന മുരുകേഷും ആത്രയും കൊല്ലപ്പെട്ടു എന്ന് രാഘവിനോട് പറയുകയാണ്. അപ്പോൾ രാഘവ് പറയും, താൻ അതിനെക്കുറിച്ച് തന്നെ അന്വേഷിക്കാൻ പോയതായിരുന്നുവെന്ന്. എന്നിട്ട് റേഡിയോ സ്റ്റേഷനിലും ക്രൈം സീനിലും കണ്ട ആ സിമ്പിള് വരച്ചു കാണിച്ചിട്ട് രണ്ടുപേരുടെയും മരണത്തിന് ഈ സിമ്പിളുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് രാഘവ് അവരോട് പറയും. അതുകൊണ്ട് മൈഥിലി ചോദിക്കും, പക്ഷേ സ്വാസ്തിക് എന്ന് പറയുന്നത് വളരെ പവിത്രമായൊരു സിമ്പിളല്ലേ, അതിന് ഈ മരണങ്ങളുമായിട്ട് എന്താണ് ബന്ധമെന്ന്. അപ്പോൾ രാഘവ് പറയും, ഇതൊന്ന് സൂക്ഷിച്ചു നോക്കൂ, ഇത് സ്വാസ്തിക് അല്ല, ക്രോസ് സ്വാസ്തിക് ആണ്, ഇത് വെറുപ്പിന്റെ ചിഹ്നമാണെന്ന്. അപ്പോൾ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന റേഡിയോ തനിയെ ഓണായി. അതിലൂടെ ആ സ്ത്രീയുടെ ആത്മാവ് ഇവരോട് പറയും, 11 പേരിൽ 2 പേർ മരിച്ചു, ഇനി ബാക്കി 9 പേരുണ്ട്, അടുത്തത് വീരഭദ്രനെയാണ് കൊല്ലാൻ പോകുന്നത് എന്ന്. രാഘവ് ഉടനെ തന്നെ വീരഭദ്രന്റെ നമ്പർ സംഘടിപ്പിച്ച് അയാളെ കോൾ ചെയ്ത് നോക്കും. പക്ഷെ കോൾ കണക്റ്റ് ആകുന്നില്ല. അതുകൊണ്ട് രാഘവ് അയാളുടെ ലൊക്കേഷൻ മനസ്സിലാക്കി അവിടേക്ക് പെട്ടെന്ന് തന്നെ പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മളെ വീരഭദ്രനെ കാണിക്കുകയാണ്. അദ്ദേഹം താൻ ജോലി ചെയ്യുന്ന കൺസ്ട്രക്ഷൻ സൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മുകളിലത്തെ നിലയിൽ നിന്നും എന്ന സൗണ്ട് കേൾക്കാൻ തുടങ്ങും. അപ്പോൾ വീരഭദ്രനോടാണ് ആ സൗണ്ട് എന്താണെന്ന് പോയി നോക്കാൻ പറയുന്നത്. അങ്ങനെ അയാൾ ഒറ്റയ്ക്ക് മുകളിൽ പോയി നോക്കുമ്പോൾ പെട്ടെന്ന് അയാളുടെ മുന്നിലായി അതിഭയാനകമായ ഒരു സ്ത്രീ രൂപം പ്രത്യക്ഷപ്പെടുകയാണ്. അയാളുടെ മരിച്ചുപോയ ഭാര്യയുടെ രൂപമായിരുന്നു അതിന്. മുഖം മുഴുവൻ ചോര ഒലിപ്പിച്ച് അത് അയാളുടെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ആ രൂപം കയ്യിലുള്ള ചുറ്റിക കൊണ്ട് സ്വന്തം തലയിൽ തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ശബ്ദമാണ് ആളുകൾ കേട്ടുകൊണ്ടിരുന്നത്. മരിച്ചുപോയ ഭാര്യയെ കാണണമെന്നുള്ളത് വീരഭദ്രന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഇങ്ങനൊരു കൂടിക്കാഴ്ച അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അദ്ദേഹം സ്വന്തം ഭാര്യയെ കണ്ട് തെറിച്ചു നിന്നു പോകും. എന്നിട്ട് ആ പ്രേതം അയാളെ ബിൽഡിങ്ങിന് മുകളിൽ നിന്നും തള്ളി താഴേക്കിടുകയാണ്. യഥാർത്ഥത്തിൽ അത് വീരഭദ്രന്റെ ഭാര്യയുടെ ആത്മാവല്ല. ആ റേഡിയോ സ്റ്റേഷനിലെ പ്രേതം അയാളുടെ ഭാര്യയുടെ രൂപത്തിൽ വന്നതാണ്. ഈ സമയം രാഘവ് അവിടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു.
പക്ഷേ അവൻ അല്പം വൈകിപ്പോയി. രാഘവന്റെ മുന്നിലേക്കാണ് വീരഭദ്രന്റെ ബോഡി വീഴുന്നത്. അയാളുടെ രക്തം ക്രോസ് വാസ്തിക്കിന്റെ സിമ്പൽ പോലെ ഒഴുകി പരക്കും. രാഘവ് ഇത് കണ്ട് ആകെ ഷോക്കായി പോകും. അപ്പോൾ രാഘവിന് ചായക്കടയിലെ ആ പയ്യൻ പറഞ്ഞത് ഓർമ്മ വരികയാണ്. അവൻ പറഞ്ഞതുപോലെ തന്നെ റേഡിയോ സ്റ്റേഷനിൽ പോയിട്ട് വന്നവർ ഓരോരുത്തരെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാഘവ് എന്നിട്ട് അടുത്ത ദിവസം തന്നെ ആ പയ്യൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തി അവൻ്റെ അഡ്രസ്സ് വാങ്ങി വീട്ടിലെത്തി ആ പയ്യൻ്റെ അമ്മയുമായി സംസാരിക്കുകയാണ്. അമ്മയോട് തങ്ങൾ ഇങ്ങനെയൊരു പ്രശ്നം നേരിടുകയാണെന്ന് പറയും. അപ്പോൾ അമ്മ നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നെന്ന് ചോദിക്കുകയാണ്. രാഘവ് പറയും 11 എന്ന്. അമ്മ വീണ്ടും ചോദിക്കും എത്ര പേർ ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന്. അതിന് 3 എന്ന് അയാൾ മറുപടി കൊടുക്കും. അത് കേട്ട് അമ്മ പറയും ഇനി ബാക്കിയുള്ള 8 പേരും കൊല്ലപ്പെടുമെന്ന്. രാഘവ് അത് കേട്ട് ഷോക്കായി. അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? ഒരു റേഡിയോ സ്റ്റേഷനിലേക്ക് പോയി എന്ന് വെച്ച് ആളുകൾ എങ്ങനെ മരണപ്പെടുന്നത്? ഇങ്ങനെയൊക്കെ നടക്കാൻ ആ സ്ഥലത്ത് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ അമ്മ തനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. അമ്മ പറയും 35 വർഷങ്ങൾക്ക് മുന്നേയുള്ള കാര്യങ്ങളാണ്. ഇവിടെ കിഷ്കിന്താപുരി ഗ്രാമത്തിൽ ആദ്യത്തെ റേഡിയോ സ്റ്റേഷൻ സ്റ്റാർട്ടാകാൻ പോവുകയായിരുന്നു. അവിടുത്തെ ആർജിയുടെ പേരായിരുന്നു വേദാവതി. അവളുടെ മാന്ത്രിക ശബ്ദം കേൾക്കാൻ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും നന്നായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് റേഡിയോ സ്റ്റേഷൻ്റെ 6 ഫൗണ്ടേഴ്സും കൊല്ലപ്പെടുന്നത്. അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ആ 6 പേരുടെ നിലവിളി റേഡിയോയിലൂടെ ആ നാട് മുഴുവൻ അന്ന് കേട്ടു. ഞാൻ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ വളരെ ചെറുതായിരുന്നു. ആ റേഡിയോ സ്റ്റേഷനിൽ ഏതോ ഒരു ദുരാത്മാവുണ്ടെന്ന് ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്തുനിന്ന് കേട്ടിട്ടുണ്ടെന്ന് അമ്മ പറയുകയാണ്. ആ റേഡിയോ സ്റ്റേഷനിൽ നിന്നും രാത്രിയിൽ ഭയങ്കര വിചിത്രമായ ആളുകൾ കരയുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. അവിടേക്ക് ഒരിക്കൽ പോയവർ പിന്നീട് ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. എപ്പോഴും പ്രശ്നങ്ങളായതുകൊണ്ട് നാട്ടുകാർ മന്ത്രവാദിയെ വിളിച്ചു വരുത്തി കുറേ മന്ത്രങ്ങളും പൂജകളും ഒക്കെ നടത്തി ആ സ്ഥലം എന്നേക്കുമായി അടച്ചു കളഞ്ഞു എന്ന് അമ്മ രാഘവിനോട് പറയും. അപ്പോൾ രാഘവ് അമ്മയോട് ചോദിക്കും അപ്പോൾ വേദാവതിക്ക് എന്താണ് സംഭവിച്ചതെന്ന്. വേദാവതി എന്തോ കാരണം കൊണ്ട് സ്വയം കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു എന്ന് അമ്മ പറയും. അങ്ങനെ താൻ അറിഞ്ഞ ഈ കാര്യങ്ങളെല്ലാം വീട്ടിൽ തിരികെ എത്തിയിട്ട് രാഘവ് മൈഥിലിയോടും സുമിത്രയോടും പറയുകയാണ്. എല്ലാം കേട്ടിട്ട് മൈഥിലി ചോദിക്കും അപ്പോൾ വേദാവതിയുടെ ആത്മാവാണോ ഇതെല്ലാം ചെയ്യുന്നതെന്ന്. രാഘവ് അപ്പോൾ അതെ എന്ന് മറുപടി പറയും. പക്ഷേ എന്ത് ബേസ് ചെയ്താണ് കൊല്ലാനുള്ള ആളുകളെ അവൾ തിരഞ്ഞെടുക്കുന്നതെന്ന് ആർക്കും ഒരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പോഴാണ് രാഘവ് റേഡിയോ സ്റ്റേഷനിൽ പോയ രാത്രിയിൽ അവർ എടുത്ത ഫോട്ടോസ് നോക്കുന്നത്. അതിൽ രാഘവാണ് വാതിൽ തുറന്നത്. പക്ഷേ ആദ്യം ടൂറിസ്റ്റുകളാണ് അകത്തേക്ക് കയറുന്നത്. മുരുകേഷ് മാത്രമാണ് ആദ്യം കയറിയത്. അത് കഴിഞ്ഞാണ് വീരഭദ്രൻ കയറുന്നത്. അങ്ങനെ എല്ലാവരും കയറ്റിവിട്ട് അവസാനമാണ് ഇവർ 3 പേരും ഉള്ളിലേക്ക് കയറിയത്. അതായത് ആളുകൾ റേഡിയോ സ്റ്റേഷന് അകത്തേക്ക് കയറിയ ഓർഡറിലാണ് മരണങ്ങൾ നടക്കുന്നത്. എന്നിട്ട് ഇനി അടുത്തതാരാണ് കയറിയത് എന്ന് നോക്കുമ്പോൾ അത് വിഹാരിയായിരുന്നു. സോ വിഹാരിയായിരിക്കും 4ാമത് കൊല്ലപ്പെടാൻ പോകുന്നതെന്ന് അവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് രാഘവ് മൈഥിലിയോടും സുമിത്രയോടും വിഹാരിയെയും ബാക്കിയുള്ളവരെയും വേഗം തന്നെ കണ്ടുപിടിച്ച് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു വിടുകയാണ്. പക്ഷേ അപ്പോഴാണ് രാഘവ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. മോക്ഷ എപ്പോഴാണ് അകത്തേക്ക് കയറുന്നതെന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. രാഘവ് ഒന്നുകൂടെ ആ ഫോട്ടോ സൂം ചെയ്ത് നോക്കുമ്പോഴാണ് വിഹാരിക്ക് മുന്നിലായി 2 കുഞ്ഞി കാലുകൾ അകത്തേക്ക് കയറുന്നത് കാണുന്നത്. മോക്ഷയാണ് 4ാമതായി അകത്തേക്ക് കയറിയത്, അല്ലാതെ വിഹാരിയല്ല. കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ട് രാഘവ് വേഗം തന്നെ മോക്ഷയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. രാഘവിൻ്റെ സംശയം ശരിയായിരുന്നു. പ്രേതം കുഞ്ഞിനെ പിടിച്ച് അവളെ മരിക്കാൻ വേണ്ടി കഴുത്തിലൂടെ കുരുക്കിട്ട് ഫാനിൽ കെട്ടി നിർത്തിയിരിക്കുകയായിരുന്നു. ഭാഗ്യത്തിന് രാഘവിന് അവിടേക്ക് കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റിയതുകൊണ്ട് മോക്ഷയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റി. പ്രേതത്തിന് രാഘവിൻ്റെ അടുത്ത് എന്തുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് രാഘവ് കുഞ്ഞിനോട് മോള് പ്രേതത്തിൻ്റെ മുഖമോ മറ്റെന്തെങ്കിലുമോ കണ്ടായിരുന്നെന്ന് ചോദിക്കും. അപ്പോൾ മോക്ഷ അതെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് അവൾ റേഡിയോ സ്റ്റേഷനിൽ നിന്നും എടുത്ത ആ പേഴ്സ് എടുത്ത് അതിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ട് രാഘവ് ഞെട്ടിപ്പോകും. ഈ സമയം മൈഥിലിയും സുമിത്തും എല്ലാവരെയും കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് സേഫായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാഘവ് മൈഥിലിയെ വിളിച്ചിട്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് റേഡിയോ സ്റ്റേഷനിലേക്ക് വരാൻ പറയും. വീണ്ടും എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. അതുപോലെ അവർ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. രാഘവും മോക്ഷയും കൂട്ടി അങ്ങോട്ടേക്ക് ചെല്ലും. അങ്ങനെ എല്ലാവരും അവിടേക്ക് എത്തി. എന്നിട്ട് കഴിഞ്ഞ തവണ ഇവിടേക്ക് വന്നപ്പോൾ ഇവിടെ നിന്നും എടുത്തുകൊണ്ട് പോയ റേഡിയോകളെല്ലാം അവർ തീയിലിട്ട് കത്തിച്ചു കളയും. അതിലൂടെയാണ് പ്രേതം അവരുമായി കണക്ട് ചെയ്തിരുന്നത്. എല്ലാം കത്തിച്ചു കഴിഞ്ഞ് രാഘവ് ആത്മാവിനെ വെല്ലുവിളിക്കുകയാണ്. ഒന്നും ചെയ്യാത്ത പാവങ്ങളെ വേട്ടയാടാൻ നിനക്ക് നാണമില്ലേ? ഒരു കുഞ്ഞിനെ പോലും നീ വെറുതെ വിട്ടില്ലല്ലോ. ഞാനല്ലേ ആ വാതിൽ തുറന്നത്? അപ്പോൾ എൻ്റെ ജീവൻ മാത്രം എടുത്താൽ പോരെ? എന്തിനാ എല്ലാവരെയും പേടിപ്പിക്കുന്നത്? ഇത്രയൊക്കെ ചെയ്തിട്ടും ഇപ്പോൾ ഞങ്ങളുടെ മുന്നിൽ വരാൻ പേടിയാണോ? അല്ലെങ്കിലും ഒരു സ്ത്രീയുടെ മൂടുപടമിട്ട് നടക്കുന്ന നിന്റെ ധൈര്യം എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് രാഘവ് കളിയാക്കുകയാണ്. അവിടെ വെച്ച് രാഘവ് എല്ലാവരോടും ഒരു സത്യം വെളിപ്പെടുത്തുകയാണ്. വേദാവതിയുടെ ആത്മാവല്ല ഇതൊന്നും ചെയ്യുന്നത്, മറിച്ച് ആ സ്ത്രീ ശബ്ദത്തിന് പിന്നിൽ മറിഞ്ഞിരിക്കുന്നത് ഒരു പുരുഷനാണ്. എന്നിട്ട് മോക്ഷയുടെ കയ്യിലെ പേഴ്സിനുള്ളിൽ ഉണ്ടായിരുന്ന ആ ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ്. അതാണ് റേഡിയോ സ്റ്റേഷനിലെ യഥാർത്ഥ ആത്മാവ്. ആ പേഴ്സ് ആ പ്രേതത്തിൻ്റെതായിരുന്നു. അതാണ് മോക്ഷ എടുത്തുകൊണ്ട് പോയത്. ആ ആത്മാവിനെ തന്നെയാണ് മോക്ഷ തൻ്റെ വീട്ടിൽ കണ്ടതും. രാഘവ് ആ ഫോട്ടോ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് തീ ആളെ കത്തിച്ച് ആ ഫോട്ടോ എരിച്ചു കളയും. രാഘവ് എന്നിട്ട് ആത്മാവിനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താൻ നോക്കുകയാണ്. അവൻ അതിനെ ഒരുപാട് വെല്ലുവിളിക്കും. ഒരു പെണ്ണിൻ്റെ പിന്നിൽ മറിഞ്ഞിരിക്കാൻ മാത്രം നീ ഭീരുവാണോ എന്നൊക്കെ ചോദിച്ച് രാഘവ്
രാഘവ് അതിനെ ഒരുപാട് കളിയാക്കുന്നുണ്ട്. അവസാനം അതെല്ലാവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഇതാണ് ആ പ്രേതം. പുരുഷനാണെങ്കിലും അതിന് സ്ത്രീയുടേതുപോലത്തെ ശബ്ദമാണ്. ആത്മാവ് വന്ന് രാഘവിനെയും ബാക്കിയുള്ളവരെയും പീഡിപ്പിക്കാൻ നോക്കിയിട്ട് അടുത്തത് രാഘവിനെയാണ് കൊല്ലാൻ പോകുന്നത് എന്ന് റേഡിയോയിലൂടെ അറിയിച്ചിട്ട് അവിടെ നിന്നും അപ്രത്യക്ഷമാകും. അത് കഴിഞ്ഞ് മൈഥിലിയും സുമിത്തും ബാക്കിയുള്ളവരും കൂടി രാഘവിനെ വഴക്ക് പറയുകയാണ്. ആ പ്രേതം എത്രമാത്രം പവർഫുൾ ആണെന്ന് കണ്ടതല്ലേ, എന്നിട്ട് നീ എന്തിനാ അതിനെ വെല്ലുവിളിച്ചതെന്ന് അവർ ചോദിക്കും. അപ്പോൾ രാഘവ് പറയും, ഞാൻ കാരണമല്ലേ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ടത്. മരിച്ചുപോയവരെ എനിക്ക് എന്തായാലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ജീവൻ കൊടുത്തിട്ടായാലും ശരി, ഞാൻ ഇനിയൊന്നും സംഭവിക്കാൻ സമ്മതിക്കില്ല എന്ന്. ഇനി രക്ഷപ്പെടണമെങ്കിൽ രാഘവിന് ആ പ്രേതത്തോട് ഏറ്റുമുട്ടണം. അതിന് ആ പ്രേതം ആരാണെന്ന് കണ്ടെത്തണം. പ്രേതവും വേദാവതിയും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി വേദാവതിയുടെ മരണത്തെക്കുറിച്ചുള്ള കേസ് ഫയൽ ചോദിക്കുകയാണ്. അപ്പോൾ ഈ സമയം പ്രേതം അവിടേക്ക് വന്ന് അവിടുത്തെ ട്രാൻസ്ഫോമർ കത്തിച്ചു കളയും. അങ്ങനെ അവിടുത്തെ കറണ്ട് എല്ലാം പോയി. പോലീസുകാരാണെങ്കിൽ എന്തു പറ്റിയെന്ന് നോക്കാൻ പുറത്തേക്ക് പോയതാണ്. രാഘവ് സുമിത്തിനെയും മൈഥിലിയെയും അവർക്കൊപ്പം പുറത്തേക്ക് പറഞ്ഞു വിടും. എന്നിട്ട് അവൻ തൻ്റെ കയ്യിലുള്ള ടോർച്ച് എടുക്കാൻ പോവാണ്. ഈ സമയം കൊണ്ട് പ്രേതം രാഘവിൻ്റെ അടുത്തെത്തി കഴിഞ്ഞിരുന്നു. രാഘവ് പ്രേതത്തിന്റെ ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് ലൈറ്റ് അടിച്ചു നോക്കുമ്പോൾ ആ ടോർച്ചിന്റെ വെട്ടം കണ്ട് പ്രേതം പേടിച്ച് മുഖം മറച്ചു നിൽക്കുകയാണ്. അത് ഒന്നും ചെയ്യാൻ പറ്റാതെ പേടിച്ചു പോകും. രാഘവിന്റെ കയ്യിലുള്ളത് സുവർണമായിൽ നിന്നും എടുത്ത ആ ടോർച്ചായിരുന്നു. അതിന് പ്രത്യേക പവറോ മറ്റോ ഒന്നുമില്ല. പക്ഷേ പ്രേതം ആ വെളിച്ചം കണ്ട് രാഘവിന്റെ അടുത്തേക്ക് വരാൻ കഴിയാതെ പേടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ ആ പ്രേതം അവിടെ നിന്നും അപ്രത്യക്ഷമാകും. മൈഥിലും സുമിത്തും തിരിച്ചു വരുമ്പോൾ രാഘവ് അവരോട് പ്രേതം വന്ന കാര്യം പറയും. ഒപ്പം താൻ അതിന്റെ വീക്ക്നെസ് കണ്ടുപിടിച്ചു. അത് ഈ ടോർച്ച് ലൈറ്റിനെ ഭയക്കുന്നുണ്ട്. ഈ ലൈറ്റ് നമ്മുടെ ജീവൻ സംരക്ഷിക്കും. ഇതാണ് നമ്മുടെ ലക്ഷ്മണ രേഖ എന്ന് രാഘവ് പറയും. അപ്പോൾ പോലീസ് ഓഫീസർ വന്ന് വേദാവതിയുടെ ഫയൽ അവർക്ക് കൊടുക്കും. അതിൽ നിന്നും വേദാവതിയുടെ അഡ്രസ്സ് എടുത്ത് 3 പേരും കൂടി വേദാവതിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ആ കുട്ടിയുടെ അച്ഛനെ അവർ മീറ്റ് ചെയ്യും. വീടിന്റെ അകത്ത് വെച്ചിരിക്കുന്ന വേദാവതിയുടെ ഫോട്ടോസൊക്കെ അവർ കാണുന്നുണ്ട്. അങ്ങനെ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ അവർ പഴയ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ശ്രദ്ധിക്കും. അതിൽ വേദാവതിക്കൊപ്പം റേഡിയോ സ്റ്റേഷനിലെ ആ പ്രേതത്തിന്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു. മൈഥിലി അങ്ങനെ ഫോട്ടോസ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സ്ത്രീ മൈഥിലിയുടെ പിന്നിൽ വന്ന് അവളെ വേദ എന്ന് വിളിക്കാൻ തുടങ്ങും. മൈഥിലി പേടിച്ച് വിറച്ച് നിലവിളിക്കും. അപ്പോൾ അച്ഛൻ അവിടേക്ക് വന്ന് ആ സ്ത്രീ വിളിച്ചുകൊണ്ട് പോകും. അത് അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു. വേദാവതിയുടെ മരണശേഷം അവരുടെ മാനസിക നില തകരാറിലാണ്. രാഘവ് അച്ഛനോട് ഇതാരാണെന്ന് അറിയാമോ എന്ന് ഗ്രൂപ്പ് ഫോട്ടോ കാണിച്ചുകൊണ്ട് ചോദിക്കും. അച്ഛൻ പറയും, ഇതാരാണെന്ന് തനിക്ക് അറിയില്ല, പക്ഷേ ഇവരെല്ലാം വേദാവതിക്കൊപ്പം പഠിച്ചവരാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ അധ്യാപകൻ ഭൂഷണവർമ്മ ചെന്ന് കണ്ടാൽ മതിയെന്ന്. അങ്ങനെ അച്ഛൻ പറഞ്ഞത് പ്രകാരം അവർ 3 പേരും കൂടി ഭൂഷണവർമ്മ ചെന്ന് കാണുകയാണ്. രാഘവ് ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഈ വിദ്യാർത്ഥി ആരാണെന്ന് അറിയാമോ എന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറയും, അതെ, എനിക്ക് ഈ കുട്ടിയെ അറിയാം. അവനെ ഞാൻ എങ്ങനെ മറക്കാനാണ്. ഈ കുട്ടി പുരാണവും ഇതിഹാസവുമാണ് പഠിച്ചിരുന്നത്. അവൻ്റെ പേര് വിശ്രവപുത്ര എന്നായിരുന്നു എന്ന് പറഞ്ഞ് മാഷ് കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. വിശ്രവ എന്നാണ് അവനെ എല്ലാവരും വിളിക്കുന്നത്. അവൻ്റെ ജനനം തന്നെ ഭയങ്കര സ്ട്രേഞ്ച് ആയിരുന്നു. വിശ്രവ സൂര്യഗ്രഹണ സമയത്താണ് ജനിച്ചത്. കൂടാതെ അവൻ്റെ ശരീരവും ഡീഫോംഡ് ആയിരുന്നു. കാലിനും കൈക്കും അബ്നോർമാലിറ്റി ഉണ്ടായിരുന്നു. ആളുകൾ വിശ്വസിച്ചത് സൂര്യഗ്രഹണ സമയത്ത് ജനിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ്. അവൻ്റെ സ്വന്തം അച്ഛനും അങ്ങനെ തന്നെ കരുതി. പക്ഷെ ഡോക്ടർമാർ ഇത് റിക്കറ്റ്സ് എന്ന് പറഞ്ഞ ഒരു അസുഖമാണെന്ന് പറഞ്ഞു കൊടുക്കും. എങ്കിലും അച്ഛന് വിശ്രവയോട് ഒരു സ്നേഹവുമില്ലായിരുന്നു. അച്ഛൻ്റെ സ്നേഹം ആ കുട്ടിക്ക് ഒരിക്കലും കിട്ടിയിരുന്നില്ല. അവൻ വളർന്നു വന്നപ്പോഴുള്ള രൂപവും അവൻ്റെ ഡിസേബിലിറ്റീസും ഒക്കെ കാരണം അച്ഛന് അവനോട് വെറുപ്പായിരുന്നു. മകൻ തനിക്കൊരു അപമാനമാണെന്ന് കരുതി അച്ഛൻ വിശ്രവയെ പുറത്തിറങ്ങാൻ അനുവദിച്ചിരുന്നില്ല. പക്ഷെ അവൻ്റെ അമ്മയ്ക്ക് നേരെ മറിച്ച് മകൻ എന്ന് വെച്ചാൽ ജീവനായിരുന്നു. അവർ മകനെ പൊന്നുപോലെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. വിശ്രവ തന്റെ മുഴുവൻ സമയവും അമ്മയ്ക്കൊപ്പമാണ് ചെലവഴിച്ചിരുന്നത്. അമ്മയ്ക്കൊപ്പം ഇരുന്ന് ചെസ്സ് കളിക്കുന്നത് വിശ്രവയുടെ ഇഷ്ടവിനോദമായിരുന്നു. ഒരു ദിവസം അച്ഛൻ അമ്മയെ അടിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ദേഷ്യം വന്ന വിശ്രവ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി അച്ഛനെ തള്ളി നിലത്തേക്കിടും. വിശ്രവയുടെ ഈ ദേഷ്യം അവനിൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ അമ്മാവനാണ് അവനെ ഭൂഷണവർമ്മയുടെ വിദ്യാലയത്തിൽ എത്തിച്ചത്. മാഷ് വിശ്രവയെ നന്നായി പഠിപ്പിച്ചു. അങ്ങനെ വിശ്രവ വളർന്നൊരു യുവാവായി. ഒരിക്കൽ ഗുരുജി എല്ലാവരെയും സ്വാസ്തിക് സിംബലിനെ കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നു. പക്ഷേ വിശ്രവയ്ക്ക് അത് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ വരച്ചു വരുമ്പോൾ എപ്പോഴും അത് ക്രോസ് വാസ്തിക്കായി പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം 6 പേർ ആ നാട്ടിലേക്ക് റേഡിയോ സ്റ്റേഷൻ സ്ഥാപിക്കാനായി വന്നു. RJ ആയിട്ട് അവർ അവിടെ തന്നെയുള്ള ഒരാളെയായിരുന്നു അന്വേഷിക്കുന്നത്. അതിനുവേണ്ടി അവിടെ മുഴുവൻ അനൗൺസ്മെന്റ് നടത്തും. താല്പര്യമുള്ളവർ ഓഡീഷന് പോകുമായിരുന്നു. അപ്പോൾ അമ്മ വിശ്രവയോട് പറയും, മോൻ്റെ നല്ല ശബ്ദമാണല്ലോ, നിനക്കതിനുള്ള കഴിവുമുണ്ട്, അതുകൊണ്ട് മോനും ഓഡീഷൻ കൊടുക്കണമെന്ന്. വിശ്രവയുടെ ശബ്ദം ശരിക്കും പെൺകുട്ടികളുടെ ഇതുപോലെ ഭയങ്കര സോഫ്റ്റ് സൗണ്ടായിരുന്നു. അങ്ങനെ അമ്മയുടെ ആഗ്രഹം സാധ്യമാക്കാൻ വേണ്ടി വിശ്രവ ഓഡിഷനൊക്കെ അറ്റൻഡ് ചെയ്യും. റിസൾട്ട് വന്നപ്പോൾ വിശ്രവയുടെ ശബ്ദം തന്നെയാണ് തിരഞ്ഞെടുത്തത്. അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. അമ്മയ്ക്കും മകനിൽ ഒരുപാട് അഭിമാനം തോന്നും. കാരണം ഏറെ അപമാനങ്ങൾ നേരിട്ട്
കേട്ടാണല്ലോ വിസ്രവയ്ക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയത്. പക്ഷെ അവരുടെ ആ സന്തോഷത്തിന് അധികം ആയുസുണ്ടായിരുന്നില്ല. റേഡിയോ ടെലികാസ്റ്റ് ചെയ്യുന്ന ദിവസമായപ്പോൾ അവർ വിസ്രവയുടെ സൗണ്ട് തന്നെയാണ് ഉപയോഗിച്ചത്. പക്ഷെ അത് വേദാവതിയുടെ സൗണ്ട് ആണെന്ന പേരിലാണ് അവർ പ്രൊമോഷൻ എല്ലാം നടത്തിയത്. പോരാത്തതിന് വേദാവതിയുടെ കല്യാണം റേഡിയോ സ്റ്റേഷൻ ഫൗണ്ടേഴ്സിൽ ഒരാളായ വാലിയുമായിട്ട് ഉറപ്പിച്ചിട്ടുമുണ്ടായിരുന്നു. ആ ഒരു ഇൻഫ്ലുവൻസും വിസ്രവയുടെ രൂപവും ഒക്കെ കൊണ്ടാണ് അവർ വിസ്രവയ്ക്ക് സൗണ്ടിന്റെ ക്രെഡിറ്റ് കൊടുക്കാതിരുന്നത്. ഈ കാര്യം അറിയുമ്പോൾ വിസ്രവയുടെ നെഞ്ചു തകർന്നു പോകും. അമ്മയ്ക്കും ആകെപ്പാടെ സങ്കടമാകും. അമ്മയുടെ കണ്ണുനീർ കാണുമ്പോൾ വിസ്രവയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ ആ റേഡിയോ സ്റ്റേഷനിലെ ആളുകളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്. പിന്നീട് ആരും വിസ്രവയെ കണ്ടിട്ടില്ല. അവനെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഈ കാര്യങ്ങളെല്ലാം ഭൂഷണവർമ്മ അവർക്ക് പറഞ്ഞു കൊടുക്കും. വിസ്രയുടെ ലൈഫിനെ കുറിച്ച് കേട്ട് കഴിയുമ്പോൾ അവർക്ക് വിഷമമാകുന്നുണ്ട്. എന്നിട്ട് അവർ തിരികെ പോവുകയാണ്. മൈഥിലി പറയും ആ പാവത്തിന്റെ ലൈഫിൽ വലിയൊരു ദുരന്തമാണ് സംഭവിച്ചത് എന്ന്. അത് കേട്ടിട്ട് സുമിത് പറയും അവനെ പാവമെന്നൊന്നും വിളിക്കേണ്ട, വിസർവ ദുഷ്ടനാണ്, അവൻ 3 പേരെ കൊന്നതാണെന്നുള്ള കാര്യം നീ മറക്കരുത് എന്ന്. നമ്മുടെ മോക്ഷയെ വരെ ആ പ്രേതം കൊല്ലാൻ നോക്കിയില്ലേ എന്ന് സുമിത് പറയും. അപ്പോൾ പെട്ടെന്ന് അവരുടെ കാറിന് മുന്നിലേക്ക് എന്തോ ഒന്ന് വന്നിടിക്കുകയാണ്. അവർ കാറിന് വെളിയിലിറങ്ങി നോക്കുമ്പോൾ അതൊരു നായയായിരുന്നു. വണ്ടിയിടിച്ച ശക്തിയിൽ അത് തൊട്ടടുത്തുള്ള ഒരു പറമ്പിലേക്കാണ് തെറിച്ചു വീണത്. അവർ നായയെ നോക്കാൻ വേണ്ടി അതിനകത്തേക്ക് കയറുകയാണ്. രാഘവ് നായയെ ഓടിച്ചെന്നെടുക്കും. അതിന് വലിയ പരിക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് രാഘവ് തിരിഞ്ഞടക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു കാര്യം കാണുന്നത്. രാഘവ് ഒരു നിമിഷം സ്റ്റക്കായി നിന്ന് പോകും. അവർ വന്നിരിക്കുന്നത് ഒരു സെമിത്തേരിയിലേക്കാണ്. തന്റെ തൊട്ടുമുന്നിലെ കല്ലറ കണ്ട് അവർ 3 ഒന്നുകൂടി ഞെട്ടിപ്പോകും. അത് ഇവർ കുറച്ചു മുന്നേ ചെന്ന് കണ്ട ഭൂഷണവർമ്മയുടെ കല്ലറയായിരുന്നു. അദ്ദേഹം 2007 മരിച്ചതാണ്. അവർ ഭൂഷണവർമ്മയാണെന്നും പറഞ്ഞ് മീറ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ രൂപം ധരിച്ച വിസ്രവയുടെ പ്രേതത്തെ തന്നെയായിരുന്നു. വിസ്രവ തന്നെയാണ് സ്വന്തം കഥ അവർക്ക് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അവിടേക്ക് വിസ്രവയുടെ ആത്മാവ് വരികയാണ്. മൈഥിലി പെട്ടെന്ന് തന്നെ കയ്യിലുള്ള ടോർച്ച് എടുത്ത് പ്രേതത്തിന് നേരെ ലൈറ്റ് അടിക്കും. പക്ഷേ വിസ്രവ ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും മാറിപ്പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് അവർ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ മൈഥിലി ഒരു കല്ലിൽ തട്ടി നിലത്തേക്ക് വീഴും. അവളുടെ കയ്യിൽ നിന്നും ആ ടോർച്ച് തെറിച്ചുപോയി. അത് നിലത്ത് വീണ് തവിട് പൊടിയാകും. വിസ്രവയുടെ കയ്യിൽ നിന്നും തൽക്കാലത്തേക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗമായിരുന്നു അത്. എന്നിട്ട് അവർ അവിടെ നിന്നും ഒരു തരത്തിൽ രക്ഷപ്പെട്ട് കാറിൽ കയറി അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാറിലെ റേഡിയോ തന്നെ സ്റ്റാർട്ടാകുകയാണ്. അതിലൂടെ വിസ്രവ പറയും 3 പക്ഷികൾ തങ്ങളുടെ മരണത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് കരുതി പറന്നു പോവുകയാണ്. പക്ഷെ അവർക്ക് അറിയില്ലല്ലോ മരണം അവരുടെ പിന്നാലെ തന്നെ ഉണ്ടെന്ന് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവരുടെ കാറിലേക്ക് ഒരു ലോറി വന്നിടിച്ച് ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടാകും. ഭാഗ്യത്തിന് എല്ലാവരും ജീവനോടെ രക്ഷപ്പെടും. ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് രാഘവിന് അവന്റെ ലൈഫിലുണ്ടായ എന്തോ ഒരു അപകടം ഓർമ്മ വരുന്നുണ്ട്. മൈഥിലിക്ക് കുറച്ച് പരുക്ക് പറ്റിയതുകൊണ്ട് അവൾക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വരികയാണ്. ഈ ആക്സിഡന്റിന് പിന്നിലും വിസ്രവ തന്നെയായിരുന്നു. മൈഥിലിയെ ഈ ഒരു അവസ്ഥയിൽ കണ്ടിട്ട് രാഘവിന് ഒരുപാട് സങ്കടം വരും. കുട്ടിയായിരുന്നപ്പോൾ രാഘവന്റെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുകയാണ്. അച്ഛനൊപ്പം സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഒരു ലോറിയിൽ ഇടിക്കും. അച്ഛൻ റോഡിലേക്ക് തെറിച്ചു വീണു. പക്ഷെ രാഘവ് തെറിച്ചു വീണത് ഒരു പച്ചക്കറി വണ്ടിയുടെ മുകളിലേക്കായതുകൊണ്ട് അവന് പരിക്കൊന്നും പറ്റിയില്ല. കൂടാതെ ആ തെറിച്ചുപോയ സ്കൂട്ടർ ദേഹത്തിടിച്ചും ഒരാൾ കൊല്ലപ്പെട്ടു. രാഘവിന് അച്ഛൻ മരിക്കുന്നത് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അതിന്റെ കുറ്റബോധം അവൻ ഇപ്പോഴുമുണ്ട്. അവൻ മൈഥിലിയോട് പറയും കുട്ടിയായിരുന്നപ്പോൾ ജീവന്റെ വില എന്താണെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ 2 ജീവനുകളാണ് എന്റെ മുന്നിൽ പൊലിഞ്ഞു പോയത്. എനിക്കെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ആർക്കെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ അതെന്റെ പ്രോബ്ലമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇന്ന് ഞാൻ കാരണം ഒരുപാട് ജീവനുകൾ ആപത്തിലാണ്. ഇപ്രാവശ്യം ഞാൻ എന്തായാലും ഒന്നും ചെയ്യാൻ സാധിക്കാതെ നോക്കി നിൽക്കില്ല. എല്ലാവരെയും ഞാൻ രക്ഷിക്കുമെന്ന് പറഞ്ഞ് മൈഥിലി ആശ്വസിപ്പിക്കും. റൂമിന് വെളിയിൽ വന്ന് അവൻ സുമിത്തിനോട് പറയും താൻ മൈഥിലി ഇത്രയും പേടിച്ച് ഇന്ന് ഇവരെ കണ്ടിട്ടില്ല എന്ന്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് രാഘവിന് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരുന്നത്. വേദാവതിയെ RJ-ആയിട്ട് അനൗൺസ് ചെയ്തുകൊണ്ടുള്ള ആർട്ടിക്കിൾ വന്നത് ജൂലൈ 28-നാണ്. അത് കണ്ട ഉടനെ വിസ്രവ റേഡിയോ സ്റ്റേഷനിലേക്ക് പോയി. ഓഗസ്റ്റ് 9-ന് ഫൗണ്ടേഴ്സിനെല്ലാം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ആ 12 ദിവസത്തെ ഗ്യാപ്പിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു ഇൻഫർമേഷനാണ് നമ്മൾ മിസ്സാക്കുന്നത് എന്ന് രാഘവ് പറയും. അത് കഴിഞ്ഞ് നമ്മളെ അകത്ത് കിടക്കുന്ന മൈഥിലിയെ കാണിക്കുകയാണ്. അവിടെയുള്ള സ്പീക്കറിലൂടെ വിസ്രവ അവളോട് സംസാരിക്കാൻ തുടങ്ങും. ആ സീൻ പെട്ടെന്ന് ബ്ലാക്ക് ഔട്ട് ആകും. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ദേഹം മുഴുവൻ തുണി കൊണ്ട് ചുറ്റി വരിഞ്ഞ് അനങ്ങാനും പറ്റാതെ കിടക്കുന്ന മൈഥിലിയാണ്. എന്നിട്ട് വിസ്രവ അവളോട് ചോദിക്കും അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് രാഘവ് മരിക്കേണ്ടതായിരുന്നു, പക്ഷെ അവൻ രക്ഷപ്പെട്ടു. ആക്സിഡന്റിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു. എന്തോ ഒന്ന് അവനെ ഇപ്പോഴും സംരക്ഷിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ നമ്മളെ രാഘവന്റെ കയ്യിൽ കിടക്കുന്ന ബ്രേസ്ലെറ്റ് കാണിക്കുകയാണ്. ശ്രീരാമന്റെ പേരിലുള്ള ഗുരുജി പൂജിച്ചു നൽകിയ ആ കാപ്പാണ് അവനെ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നത്. ഈ കാര്യം രാഘവനും വിസ്രവയ്ക്കും ഇതുവരെ അറിയില്ല. വിസ്രവയ്ക്ക് ആകപ്പാടെ അറിയാവുന്നത് മൈഥിലിയാണ് രാഘവന്റെ ബലഹീനത എന്നാണ്. കൂടാതെ എല്ലാ സംഭവങ്ങളും കാരണം മൈഥിലി ഇപ്പോൾ ഒരുപാട് ഭയത്തിലാണ്. ഈ ഭയം ഒരു ആയുധമാക്കിയെടുത്ത് വിസ്രവ മൈഥിലിയെ പോസസ് ചെയ്യും. പ്രേതം അവളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത്രയും നാൾ അവരുടെ ഉള്ളിൽ വിസ്രവ ഭയം ഉരുവാക്കിയെടുക്കാൻ തന്നെയാണ് നോക്കിയിരുന്നത്. അതുകൊണ്ടാണ് വിസ്രവ ഭൂഷണവർമ്മയുടെ രൂപത്തിൽ ഇവരുടെ മുന്നിൽ വന്ന് സ്വന്തം കഥ പറഞ്ഞത്. വിസ്രവയുടെ കഥ കേട്ട് മൈഥിലിക്ക് അവരുടെ സഹതാപം തോന്നിയിരുന്നു. അത് കഴിഞ്ഞ് സെമിത്തേരിയിൽ വെച്ച് ആ ടോർച്ച് പൊട്ടിപ്പോയപ്പോൾ അവൾക്ക് പേടി തോന്നി. ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ആ പേടി ഒന്നുകൂടെ കൂടുകയും സൈക്കോളജിക്കലി വീക്ക് ആവുകയും ചെയ്തു. മൈഥിലി അങ്ങനെ കീഴ്പ്പെടുത്തിയെടുക്കാൻ വിസ്രവ സക്സസ് ആയി. അവളെ ഉപയോഗിച്ച് രാഘവിനെ കൊല്ലാനാണ് വിസ്രവയുടെ പദ്ധതി. അങ്ങനെ രാഘവ് റൂമിൽ നിന്നും സൗണ്ട് കേട്ട് അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ എങ്ങും മൈഥിലിയെ കാണാൻ പറ്റില്ല.
ഹോസ്പിറ്റൽ മുഴുവൻ രാഘവ് മൈഥിലി അന്വേഷിക്കുകയാണ്. അങ്ങനെ ഒരിടത്ത് മൈഥിലി മറഞ്ഞു നിൽക്കുന്നത് അയാൾ കാണും. അവിടേക്ക് ചെല്ലുമ്പോൾ മൈഥിലി അവിടെ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷയാകും. പിന്നെ നോക്കുമ്പോൾ കാണുന്നത് മൈഥിലി രാഘവിനെ കൊല്ലാൻ ഒരു കത്തിയും കൊണ്ട് ഭിത്തിയിൽ കയറി നിൽക്കുന്നതാണ്. മൈഥിലി പ്രവേശിച്ച വിശ്രവ രാഘവിനെ ആക്രമിക്കാൻ ചെല്ലുകയാണ്. രാഘവ് അതെല്ലാം തടുത്തു നിൽക്കും. രാഘവിനെ ആക്രമിക്കാൻ വിശ്രവ നല്ലതുപോലെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന്റെ കയ്യിൽ കിടക്കുന്ന ആ ബ്രേസ്ലെറ്റിന്റെ ശക്തി കാരണം അതിന് കഴിയുന്നില്ല. രാഘവ് എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഇഞ്ചക്ഷൻ കുത്തിവെച്ച് അവളെ മയക്കി കിടത്തും. 8 മണിക്കൂറാണ് ആ ഇഞ്ചക്ഷന്റെ എഫക്ട് നിൽക്കുന്നത്. അവിടെ നിന്ന് പുറത്തേക്ക് വന്ന് സുമിത്തിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പോഴാണ് ഹോസ്പിറ്റലിലെ ആവശ്യത്തിന് കൊണ്ടുവന്ന ഒരു ഗ്യാസ് സിലിണ്ടർ രാഘവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. രാഘവിന് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരികയാണ്. റേഡിയോ സ്റ്റേഷനിലേക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഒരിടത്ത് ഗ്യാസ് സിലിണ്ടേഴ്സ് കിടക്കുന്നത് കണ്ടായിരുന്നു. അതിൽ ഡിസ്പാച്ച്ഡ് ഫ്രം KDA 29 ജൂലൈ 1989 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. രാഘവ് സുമിത്തിനോട് മൈഥിലി നോക്കിക്കോണം എന്ന് പറഞ്ഞ് ധൃതിപ്പെട്ട് എവിടേക്കോ പോവുകയാണ്. റേഡിയോ സ്റ്റേഷനിൽ കണ്ട സിലിണ്ടർ KDA എന്ന് പറഞ്ഞ കമ്പനിയുടെ ആയിരുന്നല്ലോ. രാഘവ് ആ കമ്പനിയുടെ വെയർഹൌസ് മാനേജറിന്റെ ഡീറ്റെയിൽ സംഘടിപ്പിക്കും. സുരേന്ദ്രൻ എന്നാണ് അയാളുടെ പേര്. 40 വർഷമായിട്ട് അയാൾ അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഇല്ലീഗൽ ഗ്യാസ് സപ്ലൈയുടെ പേരിൽ അയാൾക്കെതിരെ കേസൊക്കെ ഉള്ളതാണ്. സുരേന്ദ്രന് വിശ്രവയുടെ മരണവുമായി എന്ത് ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കി രാഘവ് അയാളെ ഫാക്ടറിയിൽ ചെന്ന് മീറ്റ് ചെയ്യുകയാണ്. വിശ്രവയുടെ മരണവും തനിക്കും തമ്മിൽ എന്താണ് ബന്ധമെന്ന് രാഘവ് ചോദിക്കും. പക്ഷെ സുരേന്ദ്രൻ ഒന്നും പറയാൻ തയ്യാറാകില്ല. പകരം അയാൾ തന്റെ വർക്കേഴ്സിനെ ഉപയോഗിച്ച് രാഘവിനോട് അടിയുണ്ടാക്കാനാണ് നോക്കുന്നത്. രാഘവ് അവരോടെല്ലാം ഒറ്റയ്ക്ക് നിന്ന് പോരാടും. ഈ സമയം അവിടെ അബദ്ധത്തിൽ ഒരു ടോക്സിക് ഗ്യാസ് ലീക്കാകാൻ തുടങ്ങും. എല്ലാവരും ഇത് കണ്ട് അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. പക്ഷെ രാഘവ് സുരേന്ദ്രനെ അവിടെ തന്നെ പിടിച്ചു നിർത്തും. എന്നിട്ട് പറയും, ഞാൻ മരിക്കാൻ തയ്യാറാണ്, പക്ഷെ നിനക്ക് ജീവിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ സത്യങ്ങളും പറയുന്നു. അപ്പോഴാണ് സുരേന്ദ്രൻ എല്ലാ കാര്യവും പറയാനായിട്ട് സമ്മതിക്കുന്നത്. അങ്ങനെ കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. റേഡിയോ സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വന്നവരിൽ വാലി ഈ സുരേന്ദ്രന്റെ ബ്രദറായിരുന്നു. വാലിക്ക് വേദാവതി ഇഷ്ടമായിരുന്നു. അവരുടെ കല്യാണം നിശ്ചയിച്ചിരുന്നു. രാഘവ് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് വിശ്രവയെ പറ്റിച്ചത്? അവന്റെ ശബ്ദം റേഡിയോയിൽ ഉപയോഗിച്ചിട്ട് എന്തിനാണ് അത് വേദാവതിയുടേതാണെന്ന രീതിയിൽ പ്രചരിപ്പിച്ചത് എന്ന്. അത് കേട്ട് സുരേന്ദ്രൻ രാഘവിനോട് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണ്. വിശ്രവയുടെ ശബ്ദം ഒരിക്കലും ആർജയുടെ വോയിസായി സെലക്ട് ചെയ്തിരുന്നില്ല. വേദാവതിയെ തന്നെയായിരുന്നു അവർ സെലക്ട് ചെയ്തത്. പക്ഷേ ഈ കാര്യം വിശ്രവയ്ക്ക് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. അവന് ആർജ ആക്കണമായിരുന്നു. അങ്ങനെ അവൻ ദേഷ്യത്തിൽ റേഡിയോ സ്റ്റേഷനിലേക്ക് പോയി. അവൻ അവിടെ ജോലി ചെയ്യുകയായിരുന്ന വേദാവതിയോട് അതിക്രമം കാണിക്കും. അവൾ ഉടുത്തിരുന്ന സാരിയെല്ലാം വലിച്ചൂരി അവളെ നഗ്നയാക്കും. എന്നിട്ട് ആ സാരി ഉടുത്ത് ഒരു സ്ത്രീയെ പോലെ വാലിയുടെ മുന്നിലേക്ക് ചെന്ന് അവരെ കളിയാക്കാൻ തുടങ്ങും. ഇത് കണ്ട് വാലിയും ഫ്രണ്ട്സും കൂടി വിശ്രവയെ പിടിച്ചു നല്ല തല്ല് വെച്ചു കൊടുക്കും. ഈ സമയം വേദാവതിയാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തനിക്ക് നേരിട്ട അപമാനം സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യും. വാലി ഈ കാര്യം കൂടി അറിയുമ്പോൾ വിശ്രവയ്ക്ക് ഏറ്റവും ക്രൂരമായ മരണം കൊടുക്കണമെന്ന് തന്നെ തീരുമാനിക്കും. അയാൾക്ക് വിശ്രവയോട് അത്രയ്ക്ക് ദേഷ്യം തോന്നി. അതിനുവേണ്ടി വാലി തന്റെ സഹോദരൻ സുരേന്ദ്രന്റെ പക്കൽ നിന്നും സരീൻ നെർവ് ഗ്യാസ് എന്ന് പറഞ്ഞ ഒരു ഗ്യാസ് വാങ്ങി. ഈ ഗ്യാസ് യൂസ് ചെയ്താൽ ആളുകൾക്ക് ഉറങ്ങാൻ കഴിയില്ല. അങ്ങനെ വാലി നെർവ് ഗ്യാസ് വിശ്രവയ്ക്ക് നേരെ പ്രയോഗിക്കും. കൂടാതെ അവനെ ഒന്നുകൂടെ ഉപദ്രവിക്കാൻ ഒരു ലൈറ്റും കൂടി വിശ്രവയുടെ കണ്ണിലേക്ക് ഓണാക്കി വെക്കും. അങ്ങനെ ഉറങ്ങാൻ കഴിയാതെ ആ ടോർച്ചറെല്ലാം സഹിച്ച് വിശ്രവ 12 ദിവസം പിടിച്ചു നിൽക്കും. 12 ദിവസം അവന്റെ കണ്ണിലേക്ക് വെട്ടമടിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് വിശ്രവയ്ക്ക് രാഘവിന്റെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് ലൈറ്റിനോട് ഇത്ര പേടി തോന്നിയത്. അങ്ങനെ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഈ ഒരു ടോർച്ചറെല്ലാം സഹിച്ച് 12 ദിവസങ്ങൾക്ക് ശേഷം വിശ്രവ മരണപ്പെട്ടു. കൊല്ലപ്പെട്ട വിശ്രവയുടെ ബോഡി അവർ റെയിൽവേ ട്രാക്കിന് സമീപം കുഴിച്ചിട്ടു. പക്ഷേ വിശ്രവ പ്രേതമായി തിരിച്ചു വന്ന് തന്നെ ദ്രോഹിച്ചവരോടെല്ലാം പ്രതികാരം വേട്ടി. സുരേന്ദ്ര ഈ കാര്യങ്ങളൊക്കെ രാഘവിന് പറഞ്ഞു കൊടുക്കും. എല്ലാം കേട്ടിട്ട് രാഘവ് പറയും, വിശ്രവയുടെ അമ്മയുടെ സ്വപ്നമായിരുന്നു അവനൊരു ആർജി ആകണമെന്നുള്ളത്. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും അവൻ തയ്യാറായിരുന്നുവെന്ന്. സുരേന്ദ്ര അത് കേട്ട് ഒന്ന് ഷോക്കായി, അമ്മയുടെ സ്വപ്നമോ? ആരുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? എന്റെ അറിവിൽ വിശ്രവയുടെ അമ്മ അവന് ജന്മം കൊടുത്തപ്പോഴേ മരിച്ചു പോയിരുന്നു എന്ന് പറയും. വിശ്രവയ്ക്ക് മാനസിക രോഗമായിരുന്നു. തന്റെ അമ്മ ഉപയോഗിച്ചിരുന്ന ഒരു മിറർ വീട്ടിലുണ്ടായിരുന്നു. മരിച്ചുപോയ അമ്മയെ അവൻ അതിൽ കാണാൻ തുടങ്ങി. അമ്മ അതിനകത്തുകൂടെ അവനോട് സംസാരിക്കുകയും മറ്റും ചെയ്യുന്നത് പോലെ അവൻ കരുതി പോന്നു. ആ മിററിലാണ് അവന്റെ അമ്മ ഉള്ളതെന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. അമ്മയ്ക്കൊപ്പമാണെന്നും പറഞ്ഞ് അവൻ ആ മിററും പിടിച്ചാണ് കളിക്കുന്നത്. അച്ഛൻ വിശ്രവയെ നല്ല പോലെ നോക്കുകയൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഒരിക്കൽ അച്ഛൻ അവന്റെ കയ്യിൽ നിന്നും ആ കണ്ണാടി വാങ്ങാൻ നോക്കിയപ്പോൾ അച്ഛൻ അമ്മയെ തന്റെ പക്കൽ നിന്നും അകറ്റുകയാണെന്നും അമ്മയെ തല്ലുവാണെന്നും ഒക്കെ തോന്നിയിട്ട് ദേഷ്യം വന്ന വിശ്രവ സ്വന്തം അച്ഛനെ തന്നെ കൊന്നുകളഞ്ഞു. ഈ ഒരു കാര്യം അവനെ ഒരു രാക്ഷസനാക്കി. രാഘവ് ഇതെല്ലാം കേട്ടു ഞെട്ടിപ്പോകും. വിശ്രവയുടെ ആത്മാവ് തിരികെ വന്നു എന്ന് അവൻ സുരേന്ദ്രനോട് പറയുമ്പോൾ അയാൾ രാഘവിനോട് അഗസ്ത്യ ആശ്രമത്തിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയാണ്. പണ്ട് വിശ്രവ 6 പേരെ കൊന്നപ്പോൾ ആ ആശ്രമത്തിലെ മന്ത്രവാദിയായിരുന്നു വിളിച്ചത്. അങ്ങനെ രാഘവ് പെട്ടെന്ന് തന്നെ അഗസ്ത്യ ആശ്രമത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് അന്ന് വിശ്രവയുടെ ആത്മാവിനെ തളച്ച ആ മന്ത്രവാദി ഇപ്പോൾ ജീവനോടെ ഇല്ലെന്ന് രാഘവ് അറിയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ഗുരുജി ഒരു രുദ്രാക്ഷം കയ്യിലെടുത്ത് കുറെ മന്ത്രങ്ങളൊക്കെ ചൊല്ലി രാഘവിനോട് അതിൽ തൊടാൻ
പറയും. അപ്പോൾ ഗുരുജിക്ക് ഇതുവരെ നടന്ന എല്ലാ സംഭവങ്ങളും രാഘവ് പറയാതെ തന്നെ കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് എല്ലാം മനസ്സിലാകും. അദ്ദേഹം പറയും, മരണത്തിന് ശേഷം വിശ്രവയുടെ ആത്മാവ് പ്രതികാരം ചെയ്യാനായി അലിഞ്ഞു നടക്കുകയായിരുന്നു. ആ 6 പേരെയും കൊന്ന് അവൻ തന്റെ പ്രതികാരം പൂർത്തിയാക്കി. വിശ്രവയുടെ ആത്മാവ് അവന്റെ പ്രതികാരം പൂർത്തിയായതുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് പോകേണ്ടതായിരുന്നു. പക്ഷെ ആത്മാവ് ഈ ലോകത്തിൽ തന്നെ കുടുങ്ങിപ്പോയി. അമ്മയോടുള്ള അറ്റാച്ച്മെന്റ് ആണ് അവനെ ഈ ലോകത്തിൽ ഇങ്ങനെ തടവിലാക്കിയിരിക്കുന്നത്. അമ്മയുമായി കണക്ട് ചെയ്യുന്ന ആ കാര്യമായിരുന്നു ആ കണ്ണാടി. അതിനെ അവൻ സ്വന്തം അമ്മയെ പോലെയായിരുന്നു കരുതിയിരുന്നത്. ആ മിറർ റേഡിയോ സ്റ്റേഷന്റെ അകത്താണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് വിശ്രവയുടെ ആത്മാവ് അതിനകത്ത് കുടുങ്ങിപ്പോയത്. അങ്ങനെ വിശ്രവ ആ സ്ഥലത്തിനെ ഒരു ഹോണ്ടഡ് പ്ലേസ് ആക്കി മാറ്റി. അവിടെ നിന്നും വരുന്ന ശബ്ദവും മറ്റ് ബഹളങ്ങളും കാരണം പൊറുതിമുട്ടിയ നാട്ടുകാർ ഈ ആശ്രമത്തിലേക്ക് വന്ന് മുന്നേ ഉണ്ടായിരുന്ന ഗുരുജിയെ സഹായത്തിന് വിളിച്ചു കൊണ്ടുപോയി. അദ്ദേഹം വിശ്രവയുടെ ആത്മാവിനെ അവിടെ നിന്നും പുറത്താക്കി. ആ സ്ഥലം കുറെ മന്ത്രങ്ങളൊക്കെ ചെയ്ത് ആത്മാക്കളൊന്നും കയറാതെ ലോക്ക് ചെയ്തു വെച്ചു. അതോടെ ആ ഗ്രാമത്തിലുള്ളവർക്കെല്ലാം വീണ്ടും സമാധാനത്തോടെ ജീവിക്കാൻ സാധിച്ചു. പക്ഷേ വിശ്രവയുടെ ആത്മാവ് അമ്മയെ കാണാൻ വേണ്ടി പുറത്തു തന്നെ ഇങ്ങനെ അലഞ്ഞടക്കുകയായിരുന്നു. അതിന് റേഡിയോ സ്റ്റേഷന് അകത്ത് കടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് രാഘവും ഗ്യാങ്ങും വന്ന് ആ പൂട്ട് പൊളിച്ച് അകത്ത് കയറുന്നത്. ഇവരുടെ പിന്നാലെ വിശ്രവയുടെ ആത്മാവും റേഡിയോ സ്റ്റേഷനകത്തേക്ക് പ്രവേശിച്ചു. അങ്ങനെ അവർ അകത്തു കയറി എല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മൈഥിലി നിലത്ത് കിടക്കുന്ന ഒരു മിറർ കാണുന്നത്. അവൾ അതെടുത്ത് നോക്കുമ്പോൾ അതിൽ നിന്നും കുറെ പഴുതാരുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരും. അത് കണ്ട് പേടിച്ച് മൈഥിലി അത് നിലത്തേക്കിടും. അപ്പോൾ വീണ്ടും അതിനകത്തു നിന്നും ഒരുപാട് പഴുതാരുകൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അത് കണ്ട് എല്ലാവരും കൂടി അതിനെല്ലാം ചവിട്ടിക്കൊല്ലാൻ തുടങ്ങും. അതിനിടയിൽ ആ മിററിനും ഡാമേജ് പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കണ്ട് അവിടേക്ക് വന്ന രാഘവ് ആ മിറർ എടുത്ത് നിലത്തേക്ക് ഒരൊറ്റ ഏറ് വെച്ചു കൊടുക്കും. അത് ചിന്നിച്ചിതറിപ്പോകും. അവരെല്ലാവരും കൂടി വെറും ഒരു കണ്ണാടിയാണ് പൊട്ടിച്ചു കളഞ്ഞതെങ്കിലും വിശ്രവയുടെ കണ്ണിൽ അത് അവന്റെ അമ്മയായിരുന്നു. എല്ലാവരും കൂടി തന്റെ അമ്മയെ കൊന്നു എന്നവൻ കരുതും. വിശ്രവ തന്റെ അമ്മയുടെ മരണത്തിന്റെ പ്രതികാരമാണ് ഇവരോട് ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ ഗുരുജി രാഘവനോട് പറയുകയാണ്. വിശ്രവയെ തടയാൻ വേണ്ടി ഗുരുജി ഒരു വിദ്യ പറഞ്ഞു കൊടുക്കും. അതാണ് ത്രയീ വിദ്യ. വിശ്രവയുടെ തോട്ട്, ഡിസയർ, ആക്ഷൻ, ഈ 3 എനർജി ഫോംസ് ആണ് വിശ്രവയെ നമ്മുടെ ഈ ലോകവുമായി ബന്ധിച്ചിരിക്കുന്നത്. ഇവയാണ് അവന് ശക്തി നൽകുന്നത്. വിശ്രവയുടെ തോട്ടും ഡിസയറും ആക്ഷനുമായി കണക്ട് ചെയ്ത് കിടക്കുന്ന വസ്തുക്കൾ കളക്ട് ചെയ്യണം. ആ വസ്തുക്കളിലൂടെ നമുക്ക് വിശ്രവയെ ഈ ലോകത്തിൽ നിന്ന് പറഞ്ഞുവിടാൻ സാധിക്കുമെന്ന് ഗുരുജി പറയുകയാണ്. നാളെ രാവിലെ 5 മണിക്ക് മുന്നേ ആ 3 വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് രാഘവ് കണ്ടെത്തി കൊണ്ടുവരണം. കാരണം 5 മണി കഴിഞ്ഞ് 14 മിനിറ്റിൽ ഉത്തരായന കാലം അവസാനിച്ച് ദക്ഷിണായന കാലം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ദുശക്തികൾക്കൊക്കെ ഒരിക്കലും തടുക്കാൻ സാധിക്കാത്തത്ര ശക്തി കൈവരും. വിശ്രവയുടെ ശക്തി കൂടും. അവനെ തടുക്കാൻ സാധിക്കാതെ വരും. അങ്ങനെ എല്ലാം കേട്ടുകഴിഞ്ഞ് ഒട്ടും താമസിക്കാതെ രാഘവ് വസ്തുക്കളെല്ലാം കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങും. ഒപ്പം സുരേന്ദ്രനും സുമിത്തുമുണ്ട്. ആദ്യം തന്നെ അവർ വിശ്രവയുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ഒരുപാട് അന്വേഷിച്ച് കഴിയുമ്പോൾ വിശ്രവയുടെ ചെസ് ബോർഡ് അവിടെ നിന്നും കിട്ടും. അതുപയോഗിച്ചാണ് വിശ്രവ 20 വർഷത്തോളം ചെസ് കളിച്ചത്. അതുകൊണ്ട് ഇതാണ് അയാളുടെ തോട്ട്സും അറിവുമായി കണക്ട് ആയിരിക്കുന്ന വസ്തു. അങ്ങനെ ആദ്യത്തെ വസ്തു കണ്ടെത്തി. അടുത്തതാണ് ഡിസയർ. വിശ്രവയ്ക്ക് ആകെപ്പാടെ ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഒരു ആർജി ആകുക എന്നുള്ളത്. റേഡിയോ ടവറിന്റെ മുകളിൽ നിന്നും തന്റെ ശബ്ദം എല്ലാവരും കേൾക്കണം. വിശ്രവയുടെ അമ്മയുടെ ആഗ്രഹവും ഇത് തന്നെയായിരുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ വസ്തുവാണ് ടവറിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന റേഡിയോ. അതെടുക്കാൻ വേണ്ടി രാഘവ് ആ ടവറിന്റെ മുകളിലേക്ക് ജീവൻ പണയം വെച്ച് വലിഞ്ഞു കയറുകയാണ്. പക്ഷേ ഇപ്പോൾ ആ മുഴുവൻ ടവറും തന്നെ നിലംപൊത്തും. 3 പേരും അതിനിടയിൽ പെട്ടുപോകും. രാഘവ് ഒരു തരത്തിൽ അതിനിടയിൽ നിന്നും എണീറ്റ് വന്ന് ബാക്കി 2 പേരെ രക്ഷിക്കാൻ നോക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അവർ പറയും, തങ്ങളെ നോക്കേണ്ട, ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടുകൊള്ളാം, നീ റേഡിയോ എടുത്തുകൊണ്ട് പൊക്കൊള്ളാൻ. അങ്ങനെ രാഘവ് ആ റേഡിയോയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. എങ്കിലും എത്രയൊക്കെ അന്വേഷിച്ചിട്ടും 3ാമത്തെ ആക്ഷനുമായി കണക്ട് ആയിരിക്കുന്ന വസ്തു എന്താണെന്ന് രാഘവിന് കണ്ടെത്താൻ കഴിയുന്നില്ല. സമയവും പൊക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാഘവ് താൻ കളക്ട് ചെയ്ത തോട്ട്സിന്റെയും ഡിസയറിന്റെയും വസ്തുക്കളുമായി ഗുരുജി ചെന്ന് കാണും. എന്നിട്ട് ഇവ രണ്ടും മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ, ആക്ഷന്റെ ഒബ്ജക്റ്റ് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവ രണ്ടും അദ്ദേഹത്തിന് കൊടുക്കും. ഇവ രണ്ടും കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല എന്ന് രാഘവ് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ഗുരുജി പറയും. അപ്പോഴേക്കും ദക്ഷിണായന കാലം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അത് കാരണം മൈഥിലിയുടെ ഉള്ളിലുള്ള വിശ്രവയുടെ ശക്തി 10 മടങ്ങായി വർദ്ധിച്ചിട്ടുണ്ട്. ഈ പൂജകൾ നടത്താൻ വേണ്ടി അവർ റേഡിയോ സ്റ്റേഷനിലേക്ക് തന്നെയാണ് വിശ്രവയെ കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ മൈഥിലിയുടെ ശരീരത്തിലുള്ള വിശ്രവയെ ബന്ധിച്ച് വെള്ളത്തിൽ ഇരുത്തിരിക്കുകയായിരുന്നു. ശക്തി കിട്ടിയത് കാരണം വിശ്രവ തന്റെ ബന്ധനമെല്ലാം അഴിച്ച് പുറത്തേക്ക് വരും. എന്നിട്ട് എല്ലാവരെയും ആക്രമിക്കാൻ തുടങ്ങുകയാണ്. ഗുരുജിക്കും പ്രേതത്തിനെ തടയാൻ കഴിയുന്നില്ല. അദ്ദേഹം രാഘവിനോട് വേഗം തന്നെ ആ 3ാമത്തെ ഒബ്ജക്റ്റ് എന്താണെന്ന് കണ്ടെത്തിക്കൊണ്ടുവരാൻ പറയുകയാണ്. പക്ഷെ രാഘവിന് എത്ര ആലോചിച്ചിട്ടും ആ വസ്തു എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ രാഘവ് വിശ്രവയുമായി ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ്. വിശ്രവ രാഘവിന്റെ കഴുത്ത് ഞെരിക്കാൻ നോക്കുമ്പോൾ രാഘവ് തന്റെ കൈ ഉപയോഗിച്ച് അത് തടുക്കും. അപ്പോൾ വിശ്രവ അറിയാതെ രാഘവിന്റെ ബ്രേസ്ലെറ്റിൽ ടച്ച് ചെയ്യും. അപ്പോൾ പ്രേതത്തിന് പെട്ടെന്ന് ചോക്കടിക്കുന്നത് പോലെ അത് പിന്നിലേക്ക് പോവുകയാണ്. കൂടാതെ ആ ബ്രേസ്ലെറ്റിലെ വാക്കുകൾ പ്രകാശിക്കുന്നുമുണ്ടായിരുന്നു. അപ്പോഴാണ് രാഘവിന് ഇത്രയും നാൾ തന്നെ ഈ ഒരു ബ്രേസ്ലെറ്റാണ് സംരക്ഷിച്ചതെന്ന് മനസ്സിലാക്കുന്നത്.
രാഘവ് ഉടനെ തന്നെ എന്തു ചെയ്യുമെന്ന് വെച്ചാൽ തന്റെ കയ്യിൽ നിന്നും ആ ബ്രേസ്ലെറ്റ് ഊരി മൈഥിലി അണിയിക്കും. അങ്ങനെ വിശ്രവ മൈഥിലിയുടെ ശരീരം ഉപേക്ഷിക്കുകയാണ്. രാഘവ് എന്നിട്ട് ആത്മാവിനോട് പറയും, ഇനി ഞാനും നീയും തമ്മിലാണ് ഫൈറ്റ് എന്ന്. എന്നിട്ട് വിശ്രവയെ സ്വന്തം ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ ക്ഷണിക്കുകയാണ്. വിശ്രവ അടുത്ത നിമിഷം തന്നെ രാഘവിനെ പൊസസ് ചെയ്യും. രാഘവിന്റെ ആത്മാവ് ഈ സമയം അവന്റെ ഉള്ളിൽ തന്നെയുള്ള മറ്റൊരു ലോകത്തിലേക്ക് പോകും. വിശ്രവ അവിടെ രാഘവിന്റെ രൂപം തന്നെയാണ് സ്വീകരിക്കുന്നത്. എന്നിട്ട് അവിടെ വെച്ച് രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് നടക്കുകയാണ്. രാഘവിനെ തളർത്താൻ വേണ്ടിയാണ് വിശ്രവ രാഘവിന്റെ രൂപം തന്നെ സ്വീകരിച്ചത്. കൂടാതെ രാഘവിന്റെ അച്ഛൻ കൊല്ലപ്പെട്ട ആ ബൈക്ക് ആക്സിഡന്റിനെ കുറിച്ച് വിശ്രവ പറയുകയാണ്. അന്ന് ബൈക്കിൽ പോകുമ്പോൾ ഇനി ഞാൻ കുറച്ചു നേരം ഓടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് കുട്ടിയായിരുന്ന രാഘവ് ബൈക്കിന്റെ ഹാൻഡിലിൽ പിടിച്ച് സ്പീഡ് കൂട്ടിയപ്പോഴാണ് ബൈക്ക് ആക്സിഡന്റായി അച്ഛൻ കൊല്ലപ്പെട്ടത്. താൻ കാരണമാണ് അച്ഛൻ കൊല്ലപ്പെട്ടതെന്നും അച്ഛനെ തനിക്ക് രക്ഷിക്കാനായില്ലല്ലോ എന്നുമുള്ള കുറ്റബോധം എപ്പോഴും അവന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തന്റെ കൺമുന്നിൽ അപകടത്തിൽപ്പെടുന്നവരെയെല്ലാം രാഘവ് രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നത്. ഈ സെയിം കാരണം കൊണ്ട് തന്നെയാണ് രാഘവ് വിശ്രവയിൽ നിന്നും എല്ലാവരെയും രക്ഷിക്കാൻ നോക്കുന്നത്. തന്റെ അച്ഛൻ മരിച്ചതുപോലെ സഹായം കിട്ടാതെ ആരും തന്റെ കൺമുന്നിൽ കൊല്ലപ്പെടരുതെന്ന് അവനുണ്ട്. വിശ്രവയാണെങ്കിൽ രാഘവന്റെ തെറ്റുകൊണ്ടാണ് അച്ഛൻ മരണപ്പെട്ടത് എന്ന് പറഞ്ഞ് അവനെ മാനിപ്പുലേറ്റ് ചെയ്ത് അവനിൽ കുറ്റബോധം ഉണ്ടാക്കുകയാണ്. ആക്സിഡന്റിന്റെ കാര്യം ഓർമ്മിപ്പിച്ചിട്ട് വിശ്രവ പറയും, ഞാൻ എന്റെ അച്ഛനെ കൊന്നെങ്കിൽ നീയും അതേ കാര്യം തന്നെയാണ് ചെയ്തത്, നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്നെല്ലാം. ഇതെല്ലാം കേട്ട് രാഘവ് ആകെ വീക്കായി പോകുന്നുണ്ട്. രാഘവ് വിശ്രവയോട് പറയും, തന്നെ കൊന്നോളൂ, പക്ഷെ ബാക്കിയുള്ളവരെ വെറുതെ വിടണമെന്ന്. പക്ഷെ പ്രേതം പറയും, ആദ്യം ഞാൻ നിന്നെ കൊന്നിട്ട് അവരെയും കൊല്ലുമെന്ന്. എന്നിട്ട് വിശ്രവ രാഘവിന്റെ മൈൻഡ് കൺട്രോൾ ചെയ്ത് ഒരു ഗ്ലാസിന്റെ കഷ്ണം കൊണ്ട് സ്വയം കുത്തി പരിക്കേൽപ്പിക്കാൻ തുടങ്ങും. രാഘവ് വയറ്റിലേക്ക് ഗ്ലാസ് കുത്തി ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ സമയം മൈഥിലി ഓടി വന്ന് രാഘവിന്റെ കയ്യിൽ പിടിക്കും. എന്നിട്ട് പറയും, വിശ്രവയെ നിന്നെ കൺട്രോൾ ചെയ്യാൻ അനുവദിക്കരുത്, തിരികെ ബോധത്തിലേക്ക് വാ, നിനക്കെന്തെങ്കിലും പറ്റിയാൽ വിശ്രവ ബാക്കിയുള്ളവരെയും കൊല്ലും, നീ അവരോട് ഫൈറ്റ് ചെയ്യണം എന്നെല്ലാം. അത് കേട്ട് രാഘവ് ഒരു തരത്തിൽ തന്റെ കുറ്റബോധമൊക്കെ മറികടന്ന് തിരികെ മൈൻഡിന്റെ കൺട്രോൾ ഏറ്റെടുക്കും. എന്നിട്ട് വിശ്രവയുമായി ഫൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ വിശ്രവയുടെ കഴുത്തിൽ കിടന്ന ഒരു തകിട് രാഘവിന് അവന്റെ കയ്യിൽ കിട്ടും. അപ്പോഴാണ് രാഘവിന് പെട്ടെന്ന് കാര്യം മനസ്സിലാകുന്നത്. വിശ്രവയുടെ ആക്ഷനുമായി കണക്ട് ചെയ്ത് കിടക്കുന്ന മൂന്നാമത്തെ ഒബ്ജക്റ്റ് ഈ ചരടാണ്. അത് യഥാർത്ഥത്തിൽ അവന്റെ അമ്മ ധരിച്ചിരുന്നതാണ്. അമ്മയുടെ മരണത്തിന് ശേഷം കുഞ്ഞു വിശ്രവയെ അത് ധരിപ്പിച്ചു. രാഘവ് ഉടനെ തന്നെ മൈഥിലിയെ വിളിച്ചിട്ട് റേഡിയോ സ്റ്റേഷനിൽ ആ ചരട് കിടക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കും. അത് രാഘവ് നേരത്തെ അവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ മൈൻഡ് ആക്കാതെ വിട്ടതാണ്. അങ്ങനെ മൈഥിലി വേഗം തന്നെ അതെടുക്കാൻ പോവാണ്. ഈ സമയം വിശ്രവ വീണ്ടും രാഘവിന്റെ കൺട്രോൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു. എന്നിട്ട് അഹം മൃത്യു, അതായത് ഞാനാണ് മരണം എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് കുത്താൻ തുടങ്ങും. അപ്പോൾ ഗുരുജി അവിടേക്ക് വന്ന് തന്റെ മാന്ത്രിക വിദ്യ ഉപയോഗിച്ച് വിശ്രവയെ തടഞ്ഞ് അവിടെ കെട്ടിയിടും. ആ ബന്ധനം പൊട്ടിക്കാൻ വിശ്രവയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം രാഘവും വിശ്രവയോട് ഉള്ളിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മൈഥിലി വിശ്രവ കൊല്ലപ്പെട്ട ആ റൂമിൽ നിന്നും ആ ചരട് എടുത്തുകൊണ്ട് വന്ന് ഗുരുജിക്ക് കൊടുക്കും. ഗുരുജി എന്നിട്ട് ആ 3 വസ്തുക്കളുടെയും അംശമെടുത്ത് ത്രയീ വിദ്യ എന്ന് പറഞ്ഞ പൂജയ്ക്ക് വേണ്ടി ഓരോ പില്ലറുകളിലേക്കായി വെക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അതിൽ നിന്നും ഒരു പ്രകാശം വന്ന് ഒരു പെന്റഗൺ ഷേപ്പ് രൂപപ്പെടുകയാണ്. എന്നിട്ട് ആ ലൈറ്റ് നേരെ രാഘവന്റെ ദേഹത്തേക്ക് കൊള്ളും. അത് വിശ്രവയുടെ ആത്മാവിനെ രാഘവന്റെ ഉള്ളിൽ നിന്നും വലിച്ചു പുറത്തേക്കെടുക്കും. എന്നിട്ട് ഗുരുജി അതിനൊരു പ്രത്യേകതരം വസ്തുവിലേക്ക് അയക്കും. അങ്ങനെ രാഘവന്റെ എല്ലാ പ്രശ്നങ്ങളും മാറി ഓക്കെ ആയിട്ടുണ്ട്. മൈഥിലി ഓടിച്ചെന്ന് രാഘവനെ കെട്ടിപ്പിടിക്കുകയാണ്. എല്ലാ പ്രോബ്ലംസും സോൾവ് ആയി, എല്ലാവരും രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് സീൻ കട്ടായി രാഘവും മൈഥിലിയും കൂടെ പഴയതുപോലെ തങ്ങളുടെ ജീവിതം സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണിക്കുകയാണ്. അവരങ്ങനെ കടൽ തീരത്തുകൂടി സംസാരിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചെങ്കിലും രാഘവന് ഇപ്പോഴും ചില കാര്യങ്ങളിൽ സംശയമുണ്ട്. രാഘവ് മൈഥിലിയോട് പറയും, പ്രശ്നം ഇപ്പോഴും മുഴുവനായിട്ട് പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് തനിക്ക് ഫീൽ ചെയ്യുന്നത്. വിശ്രവയ്ക്ക് നേരത്തെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അമ്മയെ മിററിൽ കണ്ടപ്പോൾ മുതലാണല്ലോ അവൻ അബ്നോർമൽ ആയത്. ഒരു പക്ഷേ അവന്റെ അമ്മ ആയിരിക്കുമോ അവനെ ഇങ്ങനെ ഒരു രാക്ഷസനാക്കിയത് എന്ന് രാഘവ് മൈഥിലിയോട് ചോദിക്കുകയാണ്. പെട്ടെന്നപ്പോൾ സീൻ കട്ടായി വിശ്രവയുടെ പഴയ കാലം കാണിക്കുകയാണ്. വിശ്രവ മിററിലൂടെ തന്റെ അമ്മയെ കണ്ട് സംസാരിക്കുകയായിരുന്നു. അത് അവൻ ഹാലൂസിനേറ്റ് ചെയ്യുന്നതാണെന്നാണല്ലോ പറഞ്ഞത്. പക്ഷേ വിശ്രവ അങ്ങനെ കണ്ണാടിയിൽ നോക്കി അമ്മയോട് സംസാരിക്കുമ്പോൾ അവന്റെ തൊട്ടു പിന്നിലായി അമ്മയുടെ ആത്മാവ് നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ്. ഈ ഫിലിമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.